പ്പെടണം. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. യേശു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു സകല നാമങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ആലയത്തെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ശലോമോനേക്കാൾ ശ്രേഷ്ഠനാണ്. എല്ലാവരേക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകളാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി നമ്മളെ വായിപ്പാനിടയായി തീർന്നത്. യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നുകൂടെ കർത്താവിൻ്റെ ദാസൻ പിന്നി പാസ്റ്റർ 26-ാമത്തെ വാക്യം ആദ്യം വായിക്കും. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ പ്രത്യക്ഷനായി. ഒന്ന് ശ്രദ്ധിക്കണേ. സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി. ഞാൻ സമയം പോലെ വിവരിക്കാം. 2 24-ാമത്തെ വാക്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി പ്രത്യക്ഷനായി. ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷനായി ഇരിക്കുന്നു. 3:28-ാമത്തെ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരു സ്തോത്രം എല്ലാവരും പറയണം. ഒരിക്കൽ പ്രത്യക്ഷനായി, ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു, രണ്ടാമതും പ്രത്യക്ഷൻ ആകും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിനകത്ത് പരിഭാഷയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും ക്രിസ്തു പാപം കൂടാതെ പ്രത്യക്ഷനാകുമെന്നാണ് നമ്മൾ വായിച്ച്. അങ്ങനെയല്ല പരിഭാഷ. പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമതും പ്രത്യക്ഷനാകും. ഒരല്ലേ പറഞ്ഞാൽ നമ്മൾ അത് വായിക്കുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നും. പാപം കൂടാതെ യേശു പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പാപം കൂടിയായിരുന്നോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അത് ആ ട്രാൻസ്ലേഷന്റെ ചെറിയ വ്യത്യാസമാണ്. അതൊന്നുകൂടെ ദേവദാസൻ വായിച്ച് കേൾപ്പിക്കും. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവർ പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് പ്രത്യക്ഷനാകും. ഒന്നാമത്തെ പ്രത്യക്ഷത 3 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 1, യേശു ഉലകത്തിൽ അവതരിക്കും, പ്രത്യക്ഷനാകുമെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ 300-ലധികം പ്രവചനങ്ങൾ ഈ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയാകുവാനാണ് യേശു ഒന്നാമത് പ്രത്യക്ഷനായത്. 2, ആദാമ്യവർഗത്താൽ മാനവകുലത്തിനുണ്ടായ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വരുത്താനാണ് ഒന്നാമത് പ്രത്യക്ഷനായത്. 3, ഏദനിൽ പാമ്പെന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യനെ പാപത്തിനും പാപത്തിന്റെ ശമ്പളത്തിനും അടിമയായി മരണത്തിന് അധീനനാക്കിയ പിശാചിന്റെ തലയെ കാൽവറി ക്രൂശിൽ തകർത്ത് എനിക്കും നിങ്ങൾക്കും വിരോധമായി എഴുതിയ മേലെഴുത്തു മായിച്ച് നമ്മക്കും ദൈവത്തിനും ഇടയ്ക്കുണ്ടായ വേർപാടിന്റെ നടിച്ചുവരിനെ ഇടിച്ചു കളയാനാണ് യേശു ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത്. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നത്
പിതാവായ ദൈവത്തിൻ്റെ മഹിമയുടെ വലഭാഗത്താണ്. അവിടെ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് കർത്താവ് അവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്. ഒന്ന്, താൻ ഈ ഭൂമിയിൽ മടങ്ങി വരുന്നത് വരെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തി ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി നമുക്ക് അയച്ചു തരാനാണ് പിതാവിൻ്റെ അടുക്കലേക്ക് അവൻ പോയിരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാനാണ് അവൻ ഇന്ന് രാത്രിയിൽ പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. എത്ര പേർക്ക് ഈ രാത്രി ബോധ്യപ്പെടുന്നുണ്ട്? ഇവിടെ നമ്മുടെ നന്ദി പറഞ്ഞ ആ കോശി തോമസ് ബ്രദർ ഒരു കാര്യം പറയുകയുണ്ടായി. നമുക്ക് കോവിഡ് വന്നിട്ട് ഒത്തിരി പേര് അല്ലെ ചത്തൊടുങ്ങിയപ്പോഴും നമുക്ക് ഈ രാത്രിയുടെ ജീവൻ തന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, നിങ്ങൾ ഉപയോഗിച്ച സാനിറ്റൈസറിൻ്റെ ഗുണമാണെന്നോ, നിങ്ങൾ വെച്ച ഈ N95 മാസ്കിൻ്റെ ഗുണമാണെന്നോ, 4ാമത്തെ ഡോസ് ബൂസ്റ്റ് കുത്തിവെച്ചതിൻ്റെ ഗുണമാണെന്നും ആരും ധരിച്ചു പോകരുത്. നിന്നെ വെട്ടാൻ സ്വർഗം പ്ലാൻ ഇട്ടതാ. പക്ഷെ വെട്ടാൻ കോടാലി എടുത്തപ്പോൾ മധ്യസ്ഥ അണയ്ക്കുന്നവൻ പറഞ്ഞു, വെട്ടരുത്, 1 വർഷം കൂടെ നിൽക്കട്ടെ, അടുത്ത കൺവെൻഷനിലെങ്കിലും ഇവൻ ഗുണപ്പെടുന്നെങ്കിൽ അവന് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ. ആ പാട്ടൊക്കെ പണ്ട് നമ്മൾ പാടുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പഴയ പാട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ആ പാട്ടൊക്കെ പണ്ട് നമ്മൾ പാടുമായിരുന്നു. താതൻ സന്നിധിയിലൻ. അതിപ്പോൾ നമ്മുടെ പാസ്റ്റർമാരെല്ലാം കൂടി കല്യാണ പാട്ടാക്കി, സമയാനുരതം ശവപ്പാട്ടുമാക്കി. ഈ പാട്ട് അതിപ്പോൾ ആകെ പാസ്റ്റർക്കും സെക്രട്ടറി മൂളത്തേ ഉള്ളൂ. പാസ്റ്റർക്കും സെക്രട്ടറി, അത് വേറെ ആരാ ഒന്നും പാടുന്നില്ല. ഹലോ, നല്ല ആരാധനയെ പാടി സ്തോത്രഗാനങ്ങളിലൊന്നാ. ഇപ്പം നമ്മൾ ആകെ അത് കല്യാണ സഭ നടക്കുന്നുമില്ല. സ്തോത്രം. ആ നല്ലെന്ന് പാടിക്കേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ സച്ചപാദം. പാടാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. യേശുക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നത് 3 കാര്യങ്ങൾക്ക്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി നമുക്ക് അയച്ചു തരാൻ. 2, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ. 3, നമ്മളെ താമസിപ്പിക്കാനുള്ളൊരു വീട് പണിയാൻ. സ്തോത്രം പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലമുണ്ട്. പക്ഷെ അവിടെയൊന്നുമല്ല നിങ്ങളെ താമസിപ്പിക്കുന്നത്. എൻ്റെ രക്തം കൊടുത്ത് വാങ്ങി നിങ്ങളെ താമസിപ്പിക്കാൻ ഞാനൊരു വീട് വെക്കാൻ പോകുകയാണ്. ഞാൻ ആ വീട് വെച്ചാൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. ഈ രാത്രി PC ചെറിയ പ്രസംഗിക്കുമ്പോഴും അതിൻ്റെ ഫൈനൽ ടച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ വർക്ക് നടന്നാൽ നിന്നെ അവൻ അവിടെ കൊണ്ടിരുത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. ഓ, ഇങ്ങനെ പോരാ, ചേർന്ന് പ്രത്യാശയോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അവൻ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഇനി അവൻ വരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാ. 1, 625 പരം പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടത്. 2, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടവരെ ചേർക്കേണ്ടതിന്. 3, ഒരു രാജാവായിട്ട് ഈ ലോകത്തിൽ വാഴേണ്ടതിന്. സ്തോത്രം പറയണം. 5 വർഷം കഴിയുമ്പോൾ നാട്ടുകാർ കസറ ഇറക്കി വിടുന്ന ഭരണമല്ല കേട്ടോ, ആർക്കും ഇറക്കി വിടാൻ കഴിയാത്ത ഏക രാജാവായിട്ട് അവൻ ഈ ലോകത്തെ വാഴാൻ പോകുകയാ. വിശ്വസിക്കുന്നവരും മാത്രം ഇന്ന് രാത്രി ചേർന്ന് കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. പ്രിയരേ, നമ്മുടെ യേശു വരാറായി. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി താല്പര്യമുണ്ട്. അതിനു മുമ്പേ ഈ വേദപുസ്തകത്തിന്റെ പ്രസക്തി നിങ്ങൾ അറിയണം. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ പ്രസംഗകരായി നടക്കുന്നത് കൊണ്ട്
ഞങ്ങളോട് വളരെ ഗൗരവത്തോടെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കേൾവികളോ അല്ലെ ചെറുതായി വായിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉപദേശി, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? ഉണ്ട്, ഞങ്ങളുടെ പുസ്തകത്തിലേ ഉള്ളൂ. സ്തോത്രം. ഈ ഹമാസിനെതിരെ ഗസയിൽ നടക്കുന്ന ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? പിന്നെ ഇതിനകത്തേ ഉള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇനി നടക്കാൻ പോകുന്ന യുദ്ധവും ഈ പുസ്തകത്തിനകത്തേ ഉള്ളൂ. എൻ്റെ സ്നേഹിത, ഞങ്ങൾ ധൈര്യത്തോടെ മുറ്റത്ത് പന്തല് കെട്ടി വന്ന് പ്രസംഗിക്കുന്ന എന്തിനെന്നറിയാമോ? ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം എഴുതിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഈ വേദപുസ്തകമാ. നല്ല ഹല്ലേലൂയ പറയണം. ഇന്നുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നേരത്തെ എഴുതിയ പുസ്തകമുണ്ടെങ്കിൽ അത് ഈ വേദപുസ്തകമാ. നാളുകളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഈ പുസ്തകമാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നീ എടുത്ത പുസ്തകത്തെ പോലെ ശ്രേഷ്ഠകരമായ പുസ്തകം വേറെ ഇല്ല. സ്തോത്രം. അപ്പൊ ചിലര് നിങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ടല്ലോ, ഒന്ന് പിതാവായ ദൈവം, 2 പുത്രനായ ദൈവം, 3 പരിശുദ്ധാത്മാവ ദൈവം. യേശു ദൈവമല്ലല്ലോ, അവൻ തച്ചൻ്റെ മോനല്ലേ, മറിയയുടെ മോനല്ലേ, അല്ലേ അവൻ ഉണ്ണി ഈശോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് പൗലോസിന്റെ മറുപടി, ഈ പുസ്തകം പറയുന്നു യേശുവാണ് ദൈവമെന്ന്. അതൊന്ന് വായിച്ച് ഞാൻ ഈ ദൂതിലേക്ക് കടന്നു വരാം. ആ തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. പിന്നെ പാസ്റ്റർ അതൊന്നുകൊണ്ടെന്ന് ആ ശബ്ദത്തിൽ ഒന്ന് വായിച്ചേ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും. എന്തുവാ? മഹാദൈവവും. കേട്ടില്ല. മഹാദൈവവും ഒന്ന് പറഞ്ഞേ. അയ്യോ, ഇന്നലെ ആ 18-ലെ വെള്ളപ്പൊക്കത്തിൽ എങ്ങാണ്ട് മലവെള്ളപ്പാച്ചിരി വന്നിട്ട് അടിഞ്ഞുകൂടി എക്കലിനകത്ത് പൊങ്ങി വന്ന ദൈവമല്ല. ഇവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 5000 കൂടെ ഫോട്ടോ എടുത്തു വെച്ച് മാലയിട്ടുണ്ടാക്കിയ ദൈവമല്ല. ഞങ്ങൾ ഈ രാത്രി ഇവിടെ എഴുന്നള്ളി വന്നവൻ ആരാന്നറിയാമോ? മഹാദൈവം. വിശ്വാസി ആ വാക്ക് ചേർന്നെന്ന് പറയണം, മഹാദൈവം. ഈ ഉലകത്തിൽ ദൈവങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ മഹാദൈവം ഒന്നേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. പൗലോസ് പറയുന്നു, നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും. എനിക്കത് തന്നെ ഇന്നലെ പ്രസംഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഇന്നലെ മൗളിച്ച മുഖം കൊണ്ടിരിക്കല്ലേ കേട്ടോ. നിന്റെ ദൈവം ആരാന്നറിയാമോ? പറഞ്ഞേ. അതുപോലൊന്ന് പറഞ്ഞേ, മഹാദൈവം എന്ന് പറഞ്ഞേ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പന്തലി വന്നവൻ, ഈ കഴിഞ്ഞ 3 രാത്രി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പരിസരത്തെല്ലാം കൺവെൻഷനാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കൊട്ടാരക്കരെ IPCയുടെ സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു. പിന്നെ ഞാൻ രാത്രി തിരുവനന്തപുരത്ത് കൺവെൻഷൻ ആയിരുന്നു. 4ാമത് രാത്രിയിൽ ഞാനങ്ങ് കൊല്ലത്തിനടുത്ത് മുളവനെ കൺവെൻഷൻ ആയിരുന്നു. അവിടെ എല്ലാം ഇന്ന് രാത്രിയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം പ്രസംഗിക്കുന്ന ഈ മഹാദൈവത്തെ കുറിച്ചാണ് പാസ്റ്ററേ. ഹല്ലേലൂയ. നാട്ടുകാർ പ്രസംഗിക്കല്ലെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ വയ്യാത്തതിന് കാരണം ഞങ്ങളെ വീണ്ടെടുത്തത് മഹാദൈവമാ. സന്തോഷമുള്ളവർ ആരാധിക്കണം ഇന്ന് രാത്രിയിൽ. മഹാദൈവം, മഹാദൈവം. നീ വിചാരിക്കുന്നത് പോലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല. യേശു മഹാദൈവമാ. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി മഹാദൈവത്തെ. ഓ റബലമനഗതുരജാനഗരഗ വൈഡമാന ഭൗഷ സംദരാധരാജന. പ്രൈസ് ദി ലോർഡ്. ഈ മഹാദൈവം എങ്ങനെയാണ് ഉലകത്തിൽ വന്നതെന്ന് പൗലോസിന്റെ നിജപുത്രനായ തിമത്തിയോസിനെ പൗലോസ് എഴുതിയപ്പോൾ 1 തീമോത്തിയോസ് 3:16 വിശദമായിട്ട് എഴുതി. എല്ലാം വ്യാഖ്യാനിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലെങ്കിലും നമുക്ക് വാക്യം വായിച്ചു പോകുന്ന ഒരു അനുഗ്രഹമാണ്. ഒന്ന് വായിച്ചേ. തീമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. പ്രിയരേ, ഏതെങ്കിലും 2 ജഡത്തിന്റെ ഇഷ്ടം കൊണ്ടുണ്ടായ 3ാമത്തെ ഒരു ജഡമല്ല യേശു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാ. സ്തോത്രം പറയണം.
പ്രൈസ് ദി ലോർഡ്. ഒരപ്പന്റെയും ഒരമ്മയുടെ ഇഷ്ടം കൊണ്ടുണ്ടായ ഒരു ജഡമല്ല. അവൻ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വിശ്വസിക്കുന്നവർ ആരാധിക്കാതിരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൈവദാസ ആ വാക്യം മൈക്കോട് വായിച്ചു കേൾപ്പിച്ചേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. യേശു സാക്ഷാൽ ദൈവമാണ്. യേശുവിനെ വിസ്തരിക്കപ്പെടാൻ ഇന്നലെ ക്രൂശീകരണം കേട്ടല്ലോ. യേശുവിൻ്റെ കുറ്റം എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്തായിരുന്നു യേശുവിൻ്റെ മേലുണ്ടായിരുന്ന ഒന്നാമത്തെ കുറ്റാരോപണം? അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ യഹൂദ അനുസാരികൾ രേഖപ്പെടുത്തിയ കുറ്റാരോപണം ഒന്നിവൻ ശബത്തിനെ ലംഘിക്കുന്നു. എന്താ ശബത്തിനെ ലംഘിക്കുന്നത്? ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്നപ്പോൾ ഒരമ്മച്ചി റാ പോലെ നിൽക്കുന്നു. റാന്നിക്കാരി അന്ന് തെറ്റിദ്ധരിക്കല്ലേ, റാ പോലെ അമ്മച്ചി നിൽക്കുക. സ്തോത്രം. കർത്താവ് അവളൊന്ന് വിവേചിച്ചപ്പോൾ നിപ്പോടങ്ങിട്ട് 18 വർഷമായി. ആയുസി തല ഉയർത്താൻ കഴിയാതെ വളഞ്ഞു നിൽക്കുക. ഇന്ന് രാത്രിയിലും കണ്ണമ്മത്ത് 9ാമത് കൺവെൻഷൻ വെച്ചത് ഒരു നിലയിലും ഉയരാൻ കഴിയാത്ത ചെറുതിനെ പിടിച്ചുയർത്താനാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. നീയോ നിന്റെ കുടുംബമോ ദേശത്തുയരാതെ നിന്നെ ഒരു പരുവത്തി വളച്ചു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി വിടുതലയച്ചിട്ട് നിന്നെ കൽപ്പിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാ. വിശ്വസിക്കുന്നവർ ആരാധിച്ചുകൊണ്ടിരിക്കണം. നിന്റെ തലമുറയ്ക്ക് ഉയരാൻ കഴിയാതെ, നിന്റെ ശുശ്രൂഷ ഉയരാൻ കഴിയാതെ, നിന്റെ അഭിഷേകത്തെ ഉയർത്താൻ കഴിയാതെ, നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ നിന്നെ റാ പോലെ വളച്ചു നിർത്തിയ അന്ധകാര അഭിചാര മണ്ഡലങ്ങളെ ഒറ്റ വാക്കി ശാസിച്ചിട്ട് നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു നാമമുണ്ട്. യേശു ശബത്തിൽ പള്ളിയിൽ വന്നപ്പോൾ ഒരമ്മച്ചി റാ പോലെ വളഞ്ഞു നിൽക്കുന്നു. വർഷം 18 വർഷമായി. സ്തോത്രം. യേശുവിൻ്റെ പ്രത്യേകത, നിന്റെ കെട്ടിന്റെ പഴക്കം 38 ആണെങ്കിലും ബെഥസ്ദാക്കുളത്തിന്റെ കരയെ കിടന്നവന്റെ പ്രശ്നത്തിന് 38 വർഷത്തെ പഴക്കമുണ്ട്. ഈ എരിഹോവിന്റെ വാതിക്ക് നിന്ന കണ്ണുപൊട്ടന് 40 വർഷത്തെ കേസാണ്. അവൻ ജനിച്ചിട്ട് ഇപ്പം 40 വയസ്സായി. അപ്പം അവൻ്റെ പ്രശ്നത്തിന് 40 വർഷത്തെ പഴക്കമുണ്ട്. നമ്മുടെ ഇല്ല രക്തസ്രാവക്കാരി അമ്മാമ്മയുടെ പ്രശ്നത്തിന് 12 വർഷത്തെ പഴക്കമുണ്ട്. ഈ കൂനയായ അമ്മച്ചിയുടെ കേസിന് 18 വർഷത്തെ പഴക്കമുണ്ട്. നിന്റെ പ്രശ്നം 40 ആയാലും 38 ആയാലും 12 ആയാലും 18 ആയാലും എൻ്റെ യേശുവിന് ഒറ്റ വാക്ക് മതി. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക. നീ ഒന്ന് ചുമ്മാ റിസീവ് ചെയ്താൽ മതി. യേശുവിനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ വർഷങ്ങളുടെ പഴക്കമുള്ള പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിക്കാൻ കരുത്തുള്ളവൻ ഈ പന്തൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. എത്ര വർഷം പഴക്കമുള്ള ബന്ധനമായാലും എൻ്റെ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഹല്ലേലൂയ,
യേശു അമ്മച്ചിയോട് പറഞ്ഞു നേരെ നിൽക്കാൻ പറഞ്ഞു. ഉടനെ അമ്മച്ചിനെ ആ നട്ടലിനെ വളച്ചു നിർത്തിയത് നേരെയായി. അമ്മച്ചി നേരെ നിന്നു. ഇപ്പം ഈ പരീശന്മാർക്ക് അമ്മച്ചി നേരെ നിൽക്കുകയോ വളയോ എന്നൊരു വിഷയമല്ല, ശബത്ത് ലംഘിക്കാൻ പാടില്ല, അതാ പ്രശ്നം. സ്തോത്രം. അപ്പം ശബത്തിനെ ലംഘിച്ച് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ശുശ്രൂഷയും കൊണ്ട് ഇങ്ങോട്ട് നാളെ തൊട്ട് എന്ത് ചെയ്യണ്ട, വരണ്ട. പണിയൊക്കെ പോലെ ചുളിയും കൂട്ടുകൂടിയും കൊണ്ട് നാളെ ഇങ്ങോട്ട് വരണമെന്ന് പണ്ട് ആശാരിയോട് ആരണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞു നാളെ തൊട്ട് ഇങ്ങോട്ട്. പക്ഷെ കർത്താവ് എല്ലാ ശബത്തിലും പള്ളിയിൽ ചെല്ലും. പിറ്റേ ശബത്തിൽ വന്നപ്പോൾ ഒരു അച്ചായനെ വന്നിട്ടുണ്ട്, പക്ഷെ കൈ വരണ്ടിരിക്കുക. സ്തോത്രം. യേശു അവനെ കണ്ട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു. അവനെ കൈയുടെ കെട്ടും ചെയ്തു, അഴിഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞ്. സ്തോത്രം. ഏത് ശബത്തിലും ബന്ധിക്കപ്പെട്ടവനെ കണ്ടാൽ കർത്താവ് എന്നേരം അഴിക്കും. കാരണം കർത്താവ് വന്നത് പ്രസംഗിക്കാനല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനുമല്ല, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാനല്ലേ. ഇന്ന് രാത്രി കൺമത്ത് കൺവെൻഷൻ വെച്ചത് ഹല്ലേലൂയ ഞങ്ങളുടെ പണത്തിന്റെ ശ്രേഷ്ഠത കാണിക്കാനല്ല, പിശാചിന്റെ പ്രവൃത്തി അഴിക്കാനാ. ദൈവാത്മാവ് പ്രവചിച്ചു പറയാൻ പറയുന്നു. ചില കുടുംബത്തിന്റെ ഉള്ളറകളിൽ ചിലരെയൊക്കെ പിശാച് ബന്ധിച്ചു വച്ചിരിക്കുക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു അതിൻ്റെയൊക്കെ അടിത്തറയിളക്കിക്കൊണ്ട് ചില ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് 1-2 കാര്യം പറയാം, നിങ്ങൾ വിഷമിക്കല്ലേ. നമ്മുടെ ഈ കായംകുളത്തിനടുത്ത് നല്ലൊരു ഡോക്ടർ ഇന്ന് രാവിലെ ആത്മഹത്യ. നിങ്ങൾ അറിഞ്ഞായിരുന്നു? അവര് മകൻ അസുഖമാണെന്ന് അവരോട് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് നേരിട്ട് ഫോൺ വന്നു, കാനഡയിൽ വെച്ച് മകൻ മരിച്ചെന്ന്. 19 വയസ്സുള്ള മകൻ മരിച്ചെന്ന് കേട്ട് അവർ രാവിലെ വേലക്കാരോട് ചായ മേടിച്ചെങ്കിലും പിന്നെ കതക് തുറക്കാതിരുന്നപ്പോൾ അകത്തോട്ട് കയറി ആരണ്ടെല്ലാം കൂട്ടി കതക് തുറന്ന് കയറിയപ്പോൾ ഫാനയിൽ ഞാൻ കിടക്കുക. 50 വയസ്സുള്ള MBBS അല്ല, ഹലോ, ENTയുടെ സ്പെഷ്യലിസ്റ്റാണ്, MD കാരിയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അമ്മയും മരിച്ചു, മോനും മരിച്ചു. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണേ. ഇവിടെ ഇത് നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട 41 പേര് കഴിഞ്ഞ 16 ദിവസമായിട്ട് അങ്ങ് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിനകത്ത് കിടക്കുക. ലോകത്തിലെ 3ാം ശക്തിയായ ഇന്ത്യയുടെ മുഴുവൻ ഫോഴ്സും കൂടെ കഴിഞ്ഞ 15 ദിവസമായി പരിശ്രമിച്ചിട്ട് എങ്ങും എത്തിയിട്ടില്ല. എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അകപ്പെട്ടു പോയാൽ രക്ഷിക്കാൻ ചില പാടാ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. ബഹുമാനനായ പ്രധാനമന്ത്രി മോദിജിയുടെ ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളും കൂടെ നോക്കിയിട്ട് 41 പേരെ രക്ഷിക്കാൻ ഈ രാത്രി വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അകപ്പെട്ടു പോയാൽ രാഷ്ട്രം മൊത്തം നോക്കിയാലും ഒരു പക്ഷേ രക്ഷിക്കാൻ പാടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛാ ഇന്നലെ ഒരാഴ്ചയായിട്ട് എന്നെ ഒരാളെ വിളിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ എൻ്റെ പ്രിയ മോനെ അരുൺ ഇവിടെ ഉണ്ട്. അരുൺ എൻ്റെ കൂടെ വണ്ടി ഓടിച്ചു വരുന്നു. അരുണും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിനകത്ത് അവനില്ല, വീടിൻ്റെ പുറത്ത് ഒരു കാറിനകത്ത് അവൻ ഇരിക്കുക. ഷർട്ടൊന്നും ഇടയിൽ ഒരു കയ്യിൽ മാത്രം കൊടുത്ത് കാറിനകത്തിരിക്കുക. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ വന്നതാ, നീ ഒന്ന് ഇറങ്ങി വരാമോ? പറഞ്ഞ് ഇറങ്ങത്തില്ല. ഞാൻ തിരക്കിയപ്പോൾ അവന് 9 ദിവസമായിട്ട് ഈ കാറിനകത്തിരിക്കുക. ഈ ചൂടത്ത് കാറിനകത്ത് ചില്ലിട്ട് ഒരാളിരിക്കുക എന്ന് പറഞ്ഞാൽ പകലും പോയിട്ട് 24 മണിക്കൂർ. ഞങ്ങളത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുക്ക ചെന്നു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മ എന്നെ അടിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവ് ഈ കഴിഞ്ഞ 50 വർഷം എന്നെ അടിച്ചിട്ടില്ല, പക്ഷെ അവൻ എന്നെ അടിച്ചു. അപ്പൻ പറഞ്ഞ് എന്നെ അടിച്ചു, ഇവരെല്ലാം അടിച്ചു, വീട്ടിലുള്ള അടിക്കാവുന്ന എല്ലാം അവൻ തീർത്തേച്ച് പോയിരിക്കുക. സ്തോത്രം. കയറില്ലാതെ കാറിനകത്ത് കെട്ടിവെച്ചേക്ക പിശാച്. അപ്പോഴാ ഈ ദാവീദ് പറഞ്ഞ വാക്യം ഓർത്തത്, അബ്നേരേ നിന്റെ കാലിൽ ചങ്ങലയിട്ടിരുന്നില്ല, നിന്റെ കൈകൾ ബന്ധിച്ചില്ല, എന്നിട്ടും നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്.
ഇന്ന് രാത്രി പുറമേ നോക്കിയ കാലേ ചങ്ങലയില്ല, കയ്യേൽ ബന്ധനമില്ല, പക്ഷെ അകത്തളത്തിൽ പൂട്ടിയേക്കുക. കണ്ണമത്ത് കൺവെൻഷൻ വെച്ച് പീസിച്ചെറിയാൻ വന്നത് ഒരു പ്രസംഗം പറഞ്ഞിട്ട് പാനല്ല. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ പിശാച് പൂട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുകയാ. ഏറ്റെടുക്കുന്നവരെ കരമടിച്ച് ആരാധിക്കണം. പുറത്തു വരാൻ കഴിയാതെ, പഠിച്ചിട്ടും ഉയരാൻ കഴിയാതെ, അല്ല നിന്റെ തലമുറയെ ബന്ധിച്ച ചില പൈശാചിക മണ്ഡലങ്ങളെ ഈ രാത്രി ആരാധന ഉയരട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതൽ ഇവിടെ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഹരിക്കാണോ നിന്റെ കുഞ്ഞ് അടിമപ്പെട്ട്? MDMAക്കാണോ നിന്റെ കുഞ്ഞ് അടിമപ്പെട്ട്? സുലഭമായി കേരളത്തിൽ മാത്രം ലഭിക്കുന്ന കള്ളിനാണോ നിന്റെ മക്കൾ അടിമപ്പെട്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കുടുംബത്തിന്റെ ഉള്ളറയിലെ നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യവും നിന്റെ കുടുംബത്തിനുണ്ടായ ഉയർച്ചയും നിന്റെ സാമ്പത്തിക നന്മയുമെല്ലാം ഒരുത്തനെ കൂടെ അടി കൂടെ ഒഴുകിപ്പോകയാ. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാനസികമായി തകർന്നിരിക്കുക. ഈ രാത്രിയിലെ കൺവെൻഷൻ ആ കെട്ടഴിക്കാനാ യേശു ഉലകത്തിൽ ഒന്നാമത് പ്രത്യക്ഷനായത്. പാപത്തിന് പരിഹാരം വരുത്താനാ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തെ അസാധാരണമായ ഒരു ദൈവിക വിടുതല് ഈ 9ാമത്തെ വർഷം ദൈവ അഭിഷക്തന്മാരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ രാത്രി ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആരാധന ആലയങ്ങളിൽ ചില കുടുംബങ്ങൾ വന്നു കയറാൻ പോകുകയാ. ഇത് കണ്ണമത്ത് മാത്രമല്ല കേട്ടോ. ഇന്ന് രാത്രി ലൈവിൽ കാണുന്ന സ്നേഹിത, നീ ഏത് രാജ്യത്തായാലും ഏത് ടൈം സോണിലായാലും, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും സാലറി ഉണ്ടായിട്ടും നിന്റെ കുടുംബത്തെ ഉയരാൻ അനുവദിക്കാതെ ഏതോ ഒരു രാജ്യത്തിന്റെ അകത്തളത്തിൽ ബന്ധിച്ചു വച്ചിരിക്കുന്ന പൈശാചിക മേഖലയുടെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരമഴിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പുറമേ കേട്ടാൽ അവനങ്ങ് UK-ല, മറ്റോനങ്ങ് അയർലൻഡില്ല, അടുത്തത് ന്യൂസിലൻഡില്ല, അടുത്തത് ഓസ്ട്രേലിയയില, അടുത്തത് കാനഡയില. പക്ഷെ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അവന്റെ ഗതികേട്. ലോണുമെടുത്ത് അല്ലേ ലോണുമെടുത്ത് കാശ് ഉണ്ടാക്കി കടവും മേടിച്ച് കയറ്റി വിട്ടതാ. തിരിച്ചു വരാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 6 വർഷമായിട്ട് വരാത്ത. ചെറുക്കൻ വിളിക്കുമ്പോൾ പറയും PR കിട്ടാത്തതുകൊണ്ട്. PR കിട്ടാനല്ല, ടിക്കറ്റിന് പൈസ ഇല്ലാത്തതുകൊണ്ട്. അവനിവിടെ MBBS കഴിഞ്ഞ് അവിടെ മാസ്റ്റർ എടുക്കാൻ പോയത്. അവിടെ ചെന്ന് വെച്ച് KFC ജോലി ചെയ്യുക. KFC എന്ന് പറഞ്ഞാൽ അറിയാമോ? കോഴിയെ പൊരിച്ചു കൊടുക്കുന്ന കടയ്ക്കകത്ത് പ്ലേറ്റ് ഉടക്കുക. ഹലോ, എല്ലാവരും എൻ്റെ കൂടാണോ? യേശു വന്നത്, ഒന്നാമത് പ്രത്യക്ഷനായത് ഈ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് അഴിക്കൊന്നും വേണ്ട, അഴിക്കുന്ന ഒരുത്തനും ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ദൂതൊന്ന് ഏറ്റെടുത്താൽ മതി. ഈ രാത്രി ഏറ്റെടുത്താൽ ഈ ആണ്ടിന്റെ ഡിസംബർ മാസം 31 മുമ്പേ നിന്റെ വിടുതൽ നിനക്ക് തന്നെ ബോധ്യപ്പെടും. ഈ രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി. നിങ്ങൾ ആ 26ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. പാപപരിഹാരത്തിനായി ഒരിക്കൽ പ്രത്യക്ഷനായി. പാപപരിഹാരത്തിന്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോടുള്ള എല്ലാവരുടെയും വൈരാഗ്യം പാപിയാന്ന് ഞങ്ങൾ പറയുന്നതാണ്. സ്തോത്രം. അപ്പം ഞങ്ങളുടെ വിവരക്കേട് കൊണ്ട് ഞങ്ങൾ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് വേദപുസ്തകം വായിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ജ്ഞാനമുള്ള മനുഷ്യൻ, അന്നത്തെ കാലത്തെ ഗമാലിയലിൻ്റെ പാദപീഠം പഠിച്ച മനുഷ്യൻ പറയുകയാണ്, നീതിമാനാരുമില്ല, ശൂരനാട്ടുമില്ല, കണ്ണമത്തുമില്ല, റാന്നിയിലുമില്ല, കോന്നിയിലുമില്ല, ഇന്ത്യയിലുമില്ല, ലോകത്തിലുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
എല്ലാവരും പാപം ചെയ്തു. എന്തോ സംഭവിച്ചു? ദൈവത്തിന്റെ തേജസ് ഇല്ലാതെ പോയി. ഏതിന് സംഭവിച്ചത്? തേജസ് പോയെന്ന്. മനുഷ്യനെ സൃഷ്ടിച്ചത് കുരങ്ങായിട്ടല്ല കേട്ടോ, തെറ്റിദ്ധരിക്കില്ല. ആ സ്വഭാവമുള്ളവർ കാണും. അവർ കൈപൊക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. തമ്പുരാൻ കുരങ്ങനായിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ച, കുരങ്ങനെ കുരങ്ങായിട്ട് തന്നെയാ. സ്തോത്രം. അതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാ. കുരങ്ങും ചിമ്പൻസിയും ആനയും കടുവയും പോത്തും കാട്ടുപന്നിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാ. മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല. സ്വന്തം സാദൃശ്യത്തിൽ, സ്തോത്രം പറയണം, സ്വന്തം സ്വരൂപത്തിൽ, പ്രൈസ് ദി ലോർഡ്, തമ്പുരാന്റെ കൈ കൊണ്ട് മെനഞ്ഞതാ. നീ ഇന്ന് രാത്രി അതേ ഓർത്തൊരു സ്തോത്രം പറ. ഹല്ലേലൂയ. സ്വന്തം കൈ കൊണ്ട് സ്വന്തം സ്വരൂപത്തിൽ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ട് നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറയവല്ലായിരുന്നു. കുനിഞ്ഞ് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. എല്ലാവർക്കും ഒന്നും എൻ്റെ ഭാഷയെ കുനിയാനൊക്കത്തില്ല. കുനിയണമെങ്കിൽ ഇച്ചിരി ഉയരമുള്ളവനെ കൊണ്ടേ ഒറ്റത്തുള്ളൂ. തെറ്റിദ്ധരിക്കൽ. സ്തോത്രം. ഈ യേശുവിൻ്റെ കാല് പത്രോസോ ഈ അന്ത്രയോസോ യോഹന്നാനോ ആരെങ്കിലും കഴുകുമെന്ന് വിചാരിച്ച് വെള്ളം ആദ്യം അവിടെ എത്തിച്ചായിരുന്നു. ഒരു കുടം വെള്ളം കൊണ്ട് അവിടുത്തെ ആ വീട്ടിലോട്ട് പോയത്. ഇനി വെള്ളമില്ലാഞ്ഞുകൊണ്ടാണ് കഴുകാഞ്ഞൊരു പ്രശ്നം വരില്ല. ഇനി വെള്ളം അവിടെ എത്തിച്ചേക്കുക. പക്ഷേ കഴുകാൻ ഈ 12 പേരും തയ്യാറല്ലേ. കാരണം ഇറങ്ങിയപ്പോൾ ഇവർ ഈ വലയും പടകും ഒക്കെ ആയിട്ട് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ഈ 3.5 വർഷം കൊണ്ട് എല്ലാവരും സൂട്ടും കോട്ടും, പിന്നെ സൂട്ടിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മോദിജി ഇടുന്ന കോട്ടും ഒക്കെ ഇട്ട്, പിന്നെ ഇപ്പോൾ ഈ മീൻ പിടിച്ച് വളയവൻ നൂരുവൻ ചേർന്ന് കുടവേറൊക്കെ ചാടി കുനിയാൻ വയ്യാത്ത പരുവത്തി ഇരിക്കുക. വിഷമിക്കല്ലേ. സ്തോത്രം. മീൻ പിടിക്കുമ്പോൾ കുനിയായിരുന്നു. ഇപ്പോൾ ഈ വയറെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് കുനിയാൻ വയ്യ. സ്തോത്രം. പുള്ളി എല്ലാവരും ഗ്യാസാന്ന് പറഞ്ഞത്. ഗ്യാസൊന്നുമല്ല, വല്ലാത്ത തീറ്റിയാണ്. സ്തോത്രം. ഒരല്പസമയം കർത്താവ് നോക്കി ഇവർ കഴുകുമെന്ന്. പക്ഷേ ഇവർ കഴുകുന്നുമില്ല. ഗതസമനെ ആ സമയമാകുന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിലുള്ള പ്രാർത്ഥന ഗതസമനെ സമയമാകുക. ഇവന്മാർ കഴുകിയിട്ട് പോക്കാണെന്ന് മനസ്സിലായപ്പോൾ കർത്താവ് ഉടുപ്പ് അങ്ങോട്ട് ഊരി വെച്ചു. എന്നിട്ട് കർത്താവ് ഒരു തോർത്തെടുത്ത് അടക്കി ഊറ്റി കുനിഞ്ഞു. ഞാനതാ പറഞ്ഞു, ഉയരമുള്ളവനെ കുനിയാനൊക്കത്ത്. ഹലോ, ഒന്നുകൂടെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ കാശുകാരൻ അംബാനിയൊന്നുമല്ല. തെറ്റിദ്ധരിക്കൽ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു 2000 പേരുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. നല്ല യുദ്ധം അറിയാവുന്ന 318 അഭ്യാസി, അവരുടെ ഭാര്യമാർ, അവരുടെ പിള്ളേർ. ഈ 318 അഭ്യാസി വീട്ടിൽ ജനിച്ചാന്ന്. അപ്പോൾ അവരെ ജനിപ്പിച്ച അപ്പനും അമ്മയും. സ്തോത്രം. പിന്നെ അബ്രഹാമിൻ്റെ ദാസിദാസന്മാർ എല്ലാം കൂടെ കുറഞ്ഞൊരു 2000 ഉണ്ടച്ചാ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അബ്രഹാമിൻ്റെ മെസ്സിന്ന് 2000 പേര്, ഉച്ചക്കത്തെ ലഞ്ച് 2000 പേര്, 4 മണിക്കത്തെ പരിപ്പോടയും ചായയും 2000 പേര്, വൈകിട്ടത്തെ സപ്പറും 2000. അപ്പോൾ എത്ര പേരായി? 8000 പേരാ ഒരു നേരം കഴിക്കുന്നത് ഒരു ദിവസം. നമുക്ക് 4 കിറ്റ് തന്നതിൻ്റെ ഗമ ഇപ്പോഴും മാറിയിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എടാ, ഒരു ദിവസം 8000 പേരാ കഴിക്കുന്നത് ഒറ്റ മെസ്സിന്ന്. അതുകൊണ്ടല്ലേ ഒരു കാളയൊക്കെ 10 മിനിറ്റ് കൊണ്ട് പാചകം ചെയ്ത് കൊണ്ടുവച്ചേ. ഇവിടെ ഏത് മെസ്സിനാ ഒരു കാളെ, ഇവിടെ 1 കിലോ ഇറച്ചി മേടിച്ചാൽ ഉച്ച കഴിയുമ്പോഴാണ് നമുക്ക് കൂട്ടാൻ വെച്ച് കിട്ടുന്നത്. തടിച്ചൊരു കാളെ മിനിറ്റ് കൊണ്ട് പാചകം ചെയ്തുകൊണ്ട് വെച്ചെന്ന്. എന്നോ പാചകക്കാരൻ, എന്നോ മെസ്സാത്. ഒരല്ലേ പറഞ്ഞേ. ഇവൻ എവിടെ ഹോട്ടൽ മാനേജ്മെന്റ്, എനിക്കൊരു പിടിയില്ല. എന്തുവായാലും അവന് ഈ കാള ഓർത്തു നോക്കി. ഹലോ, ഇതെല്ലാം വന്നപ്പോൾ 318 അഭ്യാസോടെ എടാ വന്ന 3 പേർക്ക് അടയുണ്ടാക്കിയിട്ട് കൊടുക്കുകയോ ഇറച്ചി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞ് പുള്ളി കാലും വെച്ചിരുന്നാൽ പോരെ. പക്ഷേ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ 3 പേര് ഗസ്റ്റായിട്ട് വരിക. അവരെ കണ്ടപ്പോൾ നിലം വരെ കുനിഞ്ഞു. 8000 പേര് വീട്ടിൽ നിന്ന് കഴിക്കുന്ന മെസ് ഹോളുള്ള പുള്ളിക്കാരൻ ആരാണ്ട് വന്നവരുടെ മുമ്പിൽ നിലം വരെ. നമ്മൾ കുനിയാത്തതിന് കാര്യം ഇതുവരെ നമ്മൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ടാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. അല്പം ഉയരമുള്ളവനൊക്കെ കുനിയാനൊക്കത്തുള്ളൂ. സ്തോത്രം പറയണം.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഇങ്ങനെ കഴുകി വന്ന കൂട്ടത്തിൽ പത്രോസ് പറഞ്ഞു, എന്നെ കഴുകുമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കുമില്ല, അന്നാ തലയും കാലം മൊത്തം കഴുകിക്കോളാൻ പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് സ്തോത്രഗാനം പാടി ഒലിവുമലയ്ക്ക് പോയെന്ന് എഴുതിയേക്കുന്നത്. സ്തോത്രം. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു പാട്ട് പാടിയെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അന്നൊരു പാട്ട് പാടി. ആ പാട്ടിൻ്റെ പേരാണ് സ്തോത്രഗാനം. ചാകാൻ പോയപ്പോൾ പാടിക്കൊണ്ട് പോയൊരു ലീഡർ നമുക്കുണ്ടെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പിന്നെ ഈ പാട്ട് പാടിക്കൊണ്ട് പോകുമ്പോൾ കൊല്ലൻ്റെ ആലെ 3 ആണി അടിച്ചുകൊണ്ടിരിക്കുക, ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കൂർമ്പന കൂട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം ഈ യൂദാ പോയി വെച്ച ബാർഗെയിൻ ചെയ്യുക. 100 വെള്ളിക്കാശിനാണ് ഞാൻ കെട്ടിപ്പിടിച്ച് ചുമ്മാ ആളിനെ കാണിച്ചു തന്നേക്കാം. അവർ 100 തരാനുള്ള ഒക്കത്തില്ല. എന്നാൽ ഒരു 75, അവർ പറഞ്ഞ് 75 ഒക്കത്തില്ല. എന്നാൽ ഒരു 50 ഒട്ടും ഒക്കത്തില്ല. നീ ഒത്തിരി വാങ്ങി പിടിക്കുകയാണെങ്കിൽ ഒരു 20. എന്നാലും പറഞ്ഞ് ജോസഫിന് ഒരു 20 കിട്ടിയല്ലോ, എന്നാൽ 30 ഉറപ്പിച്ചു. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഇവിടെ സ്തോത്രഗാനം പാടി പോകുമ്പോൾ കയ്യിൽ നിന്ന് അപ്പം മേടിച്ച് തിന്നേച്ച് പോയവൻ 30 ഉറപ്പിച്ചേച്ച് വരുക. അന്നേരം മറ്റൊരു വീടിനകത്ത് മുള്ളുകൊണ്ട് തലേവെക്കാളെ കിരീടം മെനഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉടനെ ഒരു പച്ചപ്പൈൻ മരം മുറിച്ചിട്ട് 2 ക്രൂശ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ നീ ഒരു കാര്യം ഓർത്തോണം. സ്തോത്രഗാനം പാടി പോകുമ്പോൾ മറുഭാഗത്ത് തകർക്കാനുള്ള സകല പദ്ധതിയും ഒരുക്കുകയാ. ആ തകർച്ചയെ നേരിടാൻ പാടിക്കൊണ്ട് പോയൊരു ലീഡർ ഞങ്ങൾക്കുണ്ട്. അത് മറ്റാരുമല്ല, യേശുവാ. ഇന്ന് രാത്രി അവൻ നിന്റെ മുഴുവൻ തകർച്ച മാറ്റാൻ മതിയായവനാ. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുടുംബത്തിന് വിരോധമായി അണിയറയിൽ പിശാച് ഒരുക്കുന്ന സകല തന്ത്രങ്ങളെ പൊളിക്കാൻ ഈ രാത്രി ആരും മൗനമായിരിക്കരുത്. നാം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്തതയുടെ വ്യാപാരമിട്ട്, രോഗത്തിന്റെ കെട്ടുകളിട്ട്, ശാപത്തിന്റെ മണ്ഡലം ഒരുക്കി നിന്റെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ വ്യാപരിക്കുന്ന പോരിനെ തകർക്കാൻ കരുത്തുള്ള ഒരുത്തരുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കരമുയർന്ന് നല്ലൊരു ഹല്ലേലൂയ പറ. പ്രിയരെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും പാപികളായി തീർന്നതാണ്. തീരാൻ കാരണം എല്ലാവരുടെയും ദേഹത്തൊഴുകുന്നത് ആദാം എന്ന പാപിയായ ഒരു മനുഷ്യന്റെ രക്തത്തിൽ നിന്നാണ്. സ്തോത്രം. ആദാമ്യ വർഗത്തിൽ ജനിച്ച മുഴുവൻ പേരിലും പാപമുണ്ട്. ഈ പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉലകത്തിൽ പാപമില്ലാതെ ഒരുത്തൻ പറക്കണം. സ്തോത്രം. അതിന് പാപം ചെയ്തപ്പോഴേ മറുപടിയും വിടുതലും കർത്താവ് ഒരുക്കി. 2000 വർഷം ഉണ്ടായ പ്രോഗ്രാം ഒന്നുമല്ല. സ്തോത്രം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. നമ്മളുടെ കുറിവാക്യം തുടങ്ങി വായിച്ചത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഈ നമുക്കെല്ലാം ഏതെങ്കിലും ഒരു അപ്പൻ്റെയോ അമ്മയുടെയോ ഇഷ്ടം കൊണ്ടുണ്ടായവരാണ് നമ്മളെല്ലാം. അപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ DNA പരിശോധിക്കും. DNA പരിശോധിക്കുമ്പോൾ നമ്മുടെ അപ്പൻ്റെ DNAയും നമ്മുടെ DNAയും തമ്മിൽ ഒക്കുന്നു എന്നാണ് നോക്കുന്നത്. സ്തോത്രം. അമ്മയുടെ DNA അല്ല എടുക്കുന്നത്. സ്തോത്രം. കാരണം അമ്മയ്ക്ക് മക്കളുമായിട്ടുള്ള ബന്ധം പുക്കിൾക്കൊടി ബന്ധമാണ്. അപ്പന് മക്കളുമായിട്ടുള്ള ബന്ധം രക്തബന്ധമാണ്. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്നു, അപ്പന് മക്കളോട് കരുണയാണ്, അമ്മയ്ക്ക് മക്കളോട് സ്നേഹമാണ്. സ്നേഹമുള്ള അമ്മ ഒരു 3 മണിയാകുമ്പോൾ തൊട്ട് പത്രം വായിച്ച് കസാരയിരിക്കുന്ന അപ്പനോട് പറയും, നിങ്ങളവിടെ ഇരുന്നു, കൊച്ചു പോയിട്ട് മണി 4 ഇതുവരെ കൊച്ചു വന്നില്ല, ബസ് വന്ന് പോവുകയും ചെയ്തു, നിങ്ങളവിടെ നിങ്ങൾക്കൊരു പ്രയാസമില്ല. എടി അവളിഞ്ഞ് വരും, നമ്മുടെ കൊച്ചല്ലേ. അപ്പന് വലിയ ടെൻഷനില്ല, പക്ഷെ പുള്ളിയുടെ ഉള്ളില്ല പ്രശ്നം. അമ്മ ചുമ്മാ ബഹളം വെക്കും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പന് മക്കളോട് കരുണയാണ്. കാരണം അപ്പൻ്റെ രക്തമാണ്. അപ്പൻ്റെ രക്തമാണ്. ഏത് പന്നിക്കൂട്ടി പോയാലും പ്രാർത്ഥിച്ചിരുന്നാൽ അത് തിരിച്ചു വരും.
മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എടാ, അപ്പൻ്റെ രക്തത്തിലുള്ളതാണെങ്കിൽ നീ തേടിപ്പോയൊന്നും വേണ്ട, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാൽ മതി. പന്നിക്കൂട്ടി വെച്ച് സുബോധം വന്നിട്ട് അവൻ തിരിച്ചു വരും. ഒറ്റ ഹല്ലേലൂയ പറഞ്ഞേര്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് കന്യകയായ മറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷനായി. ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നമ്മൾ തെറ്റിദ്ധരിച്ച് വായിച്ച് പറയുന്ന കൃപ നിറഞ്ഞവളെ എന്നാ. കൃപ നിറഞ്ഞവളെ എന്നല്ല എഴുതിയേക്കുന്നത്, പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് കൃപ ലഭിച്ചവളെ എന്നാ. ഞങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ലഭിച്ചത് കൃപയാണ്, ലഭിച്ചത് കൃപയാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കൃപ ലഭിച്ചതാ. കൃപ നിറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് കർത്താവാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവളെ ചോദിച്ചു, ഇതെന്തൊരു വന്ദനമാണ്. ഉടനെ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നീ അവന് യേശു എന്ന പേര് ഇടണം. പ്രൈസ് ദി ലോർഡ്. അവൻ സർവ്വ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാനുള്ളവനായതുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവള് പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെയാ ഒരു മകനുണ്ടാകുന്നത്? ന്യായമായ ചോദ്യം. മറുപടി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. സ്വത്രം പറയണം. ഇവിടെ ഉള്ളതെല്ലാം അശുദ്ധ പ്രജയാണെങ്കിൽ ഉലകത്തിൽ ഒരു വിശുദ്ധ പ്രജ പിറന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ആരാധിക്കുന്ന യേശുവ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂത സഞ്ചയം ഇറങ്ങി വന്നു. അവര് പാട്ടുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് ബെത്ലഹേമിൽ നിങ്ങൾക്ക് വേണ്ടി യേശു എന്ന രക്ഷകൻ പിറന്നിരിക്കുന്നു. സ്തോത്രം. അപ്പൊ യേശു വന്നത്, വിളിച്ചു പറഞ്ഞത് പാസ്റ്റേഴ്സ് അല്ല, മേളിന്ന് വന്ന ആളായതുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപനം നടത്തിയതും മേളിന്ന് വന്ന രണ്ട് പേര്. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്ന പ്രഖ്യാപനം നടത്തിയതും പീലാത്തോസിന്റെ ശതാധിപനല്ല, മേളിന്ന് വന്ന രണ്ട് പേരാ. സ്തോത്രം. ഒരാൾ തലക്കലി വരുന്നു, ഒരാള് കാക്കലി വരുന്നിട്ട് അവരാണ് ഉയർപ്പ് പ്രഖ്യാപനം ചെയ്തത്. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഗലീല പുരുഷന്മാർ മേളോട്ട് നോക്കി നിന്നു. അപ്പം മേളിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി വന്നു. അവർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞതും രണ്ട് ദൂതന്മാരാ. ഒരു സ്തോത്രം പറഞ്ഞതേ. ഹല്ലേലൂയ. വന്നത് ദൂതന്മാര് പറഞ്ഞാണ്, അല്ലയ പോയത് ദൂതന്മാര് പറഞ്ഞാണെങ്കിൽ ഇന്ന് രാത്രി അതിന് മാറ്റമില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ലോകത്തിൽ വന്നിട്ട് ഗെത്സമന തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ പിതാവായ ദൈവം മാനവകുലത്തിന്റെ മുഴുവൻ, ഇന്ന് ഭൂമിയിൽ 800 കോടിയിലധികം ജനമുണ്ട്. ഇന്നലകളിൽ മൺമറഞ്ഞ ഒരു 800 കോടിയുണ്ട്. സ്തോത്രം. അങ്ങനെയാണ് 1600 കോടിയിലധികം ജനങ്ങൾ ജീവിച്ചിരിക്കുകയോ ജനിച്ചു മരിക്കുകയോ ചെയ്തു. ഇനിയും വരാൻ താമസിച്ചാൽ വീണ്ടും ഒരു 800 ആയേക്കാം. ഇന്നലകളിൽ ജനിച്ചു മരിച്ചവർക്കും ഇന്ന് ജനിച്ചു ജീവിച്ചിരിക്കുന്നവർക്കും കാഹളം ധ്വനിക്കുന്നത് വരെ ഭൂമിയിൽ ജനിക്കുന്നവരുടെയും മുഴുവൻ പാപം, ഹലോ പ്രൈസ് ദി ലോർഡ്, മുഴുവൻ മനുഷ്യവർഗത്തിന്റെ പാപം ഒരുത്തന്റെ മേൽ ചുമത്തി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ യേശു എടുത്ത ക്രൂശ് നമ്മുടെ ഈ ഈസ്റ്ററിന്റെ ദിവസം ആരെങ്കിലും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഫൈബിട്ട് കൊണ്ടുണ്ടാക്കിയ ക്രൂശൊന്നും അല്ല കേട്ടോ. അക്കാലത്തെ ഏറ്റവും നല്ല ആരോഗ്യമുള്ളവനാ കൂശ്യനായിരുന്ന എന്ന് പറഞ്ഞ ആഫ്രിക്കക്കാരനായ വയലിൽ പണിയുന്ന ശീമോൻ. സ്തോത്രം. അവരുടെ ആരോഗ്യം കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു കൊതി വരും. അത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരാ.
അവനോട് സാധാരണ പറഞ്ഞ് എടുക്കടാ ക്രൂശെന്ന്. അപ്പോഴത്തേന് ക്രൂശ് ഏതാണ്ട് ഗാഗുൽത്ത അടുക്കാറായി. അപ്പോൾ അവൻ പതുക്കെ ഈസിയാന്ന് വിചാരിച്ചു. അവൻ ഈ പഞ്ചാരച്ചാക്കൊക്കെ 100 കിലോയുടെ തന്നെ എടുത്ത് തലയിൽ വെക്കുന്നത്, ചുവട്ടുകാർ പിടിക്കാതെ തലയെടുത്ത് വെക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ഈ ക്രൂശ് ഈസിയായിട്ട് പൊക്കാമെന്ന് വിചാരിച്ച് അവൻ പൊക്കി ആ തോളത്തോട്ട് അതിൻ്റെ അറ്റം വെച്ചുള്ളൂ. മെയിൻ ഭാഗം കർത്താവിൻ്റെ തോളിൽ അതിൻ്റെ അറ്റം എടുത്ത് വെച്ചപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത് സാധാരണ ചുമടല്ലെന്ന്. സ്തോത്രം. ആ ചുമക്കുന്ന മരത്തിൻ്റെ വെയിറ്റ് അല്ല, ആ മരത്തിന്മേലുള്ള പാപത്തിൻ്റെ വെയിറ്റാണ്. എൻ്റെ നിങ്ങളുടെ മുഴുവൻ പാപം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ ശീമോൻ എടുത്തെങ്കിലും മുന്നോട്ട് കാല് വെക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ആ പുള്ളി ഇത് കയറി പിടിച്ചല്ലോ എന്നായിപ്പോയത്. അപ്പോൾ എൻ്റെ യേശു പതുക്കെ ഈ ക്രൂശിനിടയിൽ കൂടി ഇങ്ങനെ പത്രോസിനെ നോക്കാനാണ് തിരിഞ്ഞതെങ്കിലും ഈ ശീമോണ്ട് പറഞ്ഞു കാണും, മോനെ ഗതസമനയിൽ ഞാൻ ഒറ്റയ്ക്കാടാ ഈ ക്രൂശ് ചുമന്നത്, ഗബദയിലും ഞാൻ ഒറ്റയ്ക്കാ ഈ ക്രൂശ് ചുമന്നത്, ഗബദ മുതൽ ഗാഗുൽത്തയുടെ 3/4 ഭാഗവും ഞാൻ തനിച്ചാടാ ക്രൂശ് ചുമന്നത്. ഭാഗ്യം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഇതിൻ്റെ അറ്റത്തൊന്ന് പിടിക്കാൻ ഭാഗ്യം നിനക്ക് ലഭിച്ചല്ലോ. നീ വിഷമിക്കണ്ടടാ, ഒരു 10 ചുവടൂടെ ചവിട്ടിയാൽ നമ്മൾ ഗാഗുൽത്തായിലെത്തും. പിന്നെ നീ ചുമക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒടുവിലാണെങ്കിലും നിർബന്ധം കൊണ്ടാണെങ്കിലും നീ ഈ ക്രൂശിൻ്റെ അറ്റം ഒന്ന് പിടിച്ചല്ലോ, ഞാൻ നിനക്കൊരു ഉറപ്പ് തരികയാ, നിന്റെ കുടുംബത്തെ മുഴുവൻ, നിന്റെ സന്തതി പരമ്പരകളെ ലോകമുള്ള കാലത്തോളം ഞാൻ ചുമന്നോളാമടാ. വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കണം. നിർബന്ധം കൊണ്ടാണെങ്കിലും ഈ വൈകിയ വേളയിൽ നീ ഈ ക്രൂശിന്റെ അറ്റം ഒന്ന് പിടിക്കാൻ തയ്യാറായാൽ നിന്റെ തലമുറകളെ മുഴുവൻ ചുമക്കുന്ന ഒരു യേശു ഇവിടെയുണ്ട്. കരമൊന്ന് ചേർത്തടിച്ച് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കുമോ? ഹല്ലേലൂയ. യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ ക്രൂശ് മാറാനാ പ്രാർത്ഥിച്ചെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മരണം മാറാനാ പ്രാർത്ഥിച്ചെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മനുഷ്യജാതിയുടെ പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ ആ കയ്പ് വീഞ്ഞ് കലർന്ന പാനപാത്രം കണ്ടപ്പോൾ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത പരിശുദ്ധനായ യേശു പറഞ്ഞു, ഇത് കുടിക്കാതെ എൻ്റെ കാൽവറി യാഗത്തിൽ മനുഷ്യന് പരിഹാരം വരുമെങ്കിൽ, കഴിയുമെങ്കിൽ ഈ മ്ലേച്ഛതയുടെ പാപത്തിൻ്റെ അശുദ്ധിയുടെ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് മാറ്റണം. പിതാവ് പറഞ്ഞു, മനുഷ്യൻ്റെ പാപം ക്ഷമിക്കണമെങ്കിൽ പാപമില്ലാത്ത നീ അത് കുടിച്ചേ മതിയാവും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം എന്ന് വെല്ലുവിളിച്ച പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ട യേശു പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു, ഞാനിത് കുടിക്കാതെ മനുഷ്യന്റെ പാപം നീങ്ങിക്കൂടാ എന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല. നിന്നെ രക്ഷിക്കാൻ, നിന്നെ പാപത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ ഉയർത്തിയെടുക്കാൻ പുത്രൻ പറഞ്ഞു, പിതാവേ തിരിഹിതമതാണെങ്കിൽ. ഇന്ന് രാത്രി അവൻ ഒന്നാമത് വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനല്ല. അവൻ ഒന്നാമത് വന്നത് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനല്ല. അവൻ ഒന്നാമത് വന്നത് കാറ്റേ അടങ്ങ് കടലെ ശാന്തമാകെന്ന് പറയാനല്ല. അവൻ ഒന്നാമത് 6000 ഭൂതങ്ങളെ ബാധിച്ചവനെ വിടുവിക്കാനല്ല. അതൊക്കെ അതിനിടയ്ക്ക് നടന്നതാ കേട്ടോ. അവൻ വന്നത് നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകാനാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാനാണ് യേശു വന്നത്. ഏറ്റെടുക്കുന്നവർ ചേർന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ ആരാ? ഫിലിപ്പിയ ലേഖനത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, 2-ാം അധ്യായം 5-6 വാക്യം. ഫിലിപ്പാസെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഹലോ,
ഇവിടെ വന്നിട്ട് ദൈവരൂപം ഉണ്ടാക്കിയെടുത്തതല്ല കേട്ടോ, അവൻ ഇരുന്നത് ദൈവരൂപത്തിലാ. സ്വതന്ത്രം പറയണം. ഈ പൗലോസിന്റെ പദപ്രയോഗം നോക്കി, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവൻ ദൈവമായിരിക്കെ മനുഷ്യനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അതവിടെ മാറ്റിവെക്കണം. ദൈവത്തോടുള്ള സമത്വം മാറ്റിവെച്ചു. എന്നിട്ടൊരു ദാസന്റെ രൂപം എടുത്തണഞ്ഞു. മനുഷ്യനായെന്നല്ല, വേഷത്തിൽ. ഹലോ, വേഷത്തിൽ മനുഷ്യനായി. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഒരല്ലേലൂയ പറയണേ. ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാപം നിന്നിൽ നിന്ന് എന്നേക്കുമായി എടുത്തു മാറ്റാൻ. അതെങ്ങനെയാ പാസ്റ്റർ? ഞങ്ങളുടെ പാപം യേശു കാൽവറി മരിച്ചപ്പോൾ ഞങ്ങളുടെ പാപം എങ്ങനെയാ മാറുന്നത്? വചനം പറയുന്നു. അത് ആർക്കും കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭയങ്കര ഭാഷാ പ്രയോഗമാണ്. യേശുവിൻ്റെ രക്തം, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും, യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് നിന്നെ ഹിമം പോലെയാക്കുന്നു. അതെങ്ങനെ പാർശ്വ ഒക്കുന്നേ? ചുമന്ന രക്തത്തിൽ കടിച്ചുമപ്പുള്ള പാപം മുക്കിയാൽ വേറൊരു ചുമപ്പാവുകയല്ലേ ചെയ്യണ്ടേ? ഹലോ, യേശുവിന്റെ ചുമന്ന രക്തത്തിൽ നിന്റെ കടിച്ചുമപ്പുള്ള പാപം മുക്കിയാൽ അത് വേറൊരു ചുമപ്പല്ലേ ആകണ്ടേ? പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, യേശുവിന്റെ രക്തം അത് ഹിമം പോലെ വെളുപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിന്റെ അടുക്ക വന്ന് നിന്റെ പ്രതിയോഗി നീ പാപിയാന്ന് പറയുമ്പോൾ രക്തം വാദിക്കും, രക്തം പറയും, എടാ പിശാചേ, പുത്രന്റെ രക്തം കൊണ്ട് ഞാനിവനെ കഴുകിയതാ. ഹലോ, നമ്മൾ രാത്രി 9 ആകുമ്പോൾ പ്രസംഗം നിർത്തും. കാരണം നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ചൊരു ടൈമുണ്ട്. അന്നേരം നമ്മൾ പ്രസംഗം നിർത്തണം. പക്ഷെ ഞാൻ പ്രസംഗം നിർത്തിയിട്ട് അന്നേക്ക് വണ്ടി കയറിയാലും രക്തം സംസാരിച്ചു തുടങ്ങി. അതാ ഈ രക്തത്തിൻ്റെ കഴിഞ്ഞ 2023 വർഷമായി സാമ്രാജ്യ ശക്തി എല്ലാം കൂടെ മിണ്ടല്ലെന്ന് പറഞ്ഞിട്ടും ആ രക്തം മിണ്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ആ രക്തം മിണ്ടും. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ രക്തം സംസാരിക്കുന്നത്? നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ, എനിക്കു നീ. നിത്യതയിൽ നിന്നുള്ള അത്യന്തമായ സ്നേഹത്താൽ പാപിയായ മനുഷ്യനെ വിട്ട് ഏദൻ പർദീസയുടെ വാതിൽ പൂട്ടി ശത്രുതയോടെ മടങ്ങിപ്പോയ ദൈവത്തെ പാപിയായ മനുഷ്യനെ അടുപ്പിക്കാൻ തുളയ്ക്കപ്പെട്ട ഒരു കരം പാപിയായ മനുഷ്യന്റെ തോളിലും തുളയ്ക്കപ്പെട്ട ഒരു കരം പിതാവിന്റെ തോളിലും വെച്ചിട്ട് പാപിയായ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിച്ച കരം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിനക്ക് ലഭിച്ചത് വിശ്വാസിയല്ല കേട്ടോ. നമ്മളിപ്പോഴും വിശ്വാസിയാണെന്ന് പറഞ്ഞിരിക്കുക, ഒരു ദാസവും ഇല്ല, അത് വേറെ. സ്തോത്രം. നിനക്ക് ലഭിച്ചത് പുത്രത്വമാണ്. ഏതിനി പോയത് പുത്രത്വമാണ്. ഹലോ, നിങ്ങളുടെ യാഥാർത്ഥ്യം അറിയണം. ഈ 2000 വർഷത്തെ ഏറെക്കുറെയുള്ള ചരിത്രം, 2500 വർഷത്തെ ചരിത്രം, 4ാം തലമുറക്കാരനായ ആ മോശയ്ക്ക് ദൈവം സീനായി വെളിപ്പെടുത്തിയപ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, പാപത്തിൻ്റെ ഉത്ഭവം, വീണുപോയ മനുഷ്യൻ, ഒന്നാമത്തെ ന്യായവിധി,
നോഗയുടെ കാലത്തെ ന്യായവിധിക്ക് ശേഷമുള്ള 8 പേരുടെ വിടുതൽ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സീനാർ സമഭൂമി, അവിടെ കളിമണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി ബാബേൽ ഗോപുരം പണിയുന്ന നിമ്രോദ് വരെ ഒരു 2500 വർഷ ചരിത്രം എഴുതാൻ തമ്പുരാൻ 11 അധ്യായം ഉപയോഗിച്ചു. 11-ാം അധ്യായത്തിൽ അതിന് തിരശ്ശീലയിട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് അങ്ങ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഉറവിടമായ ഊറിൽ ഹല്ലേലൂയ നിൽക്കുന്ന ആ ഒരു ബാബിലോണിലെ കൽദയനായ ഒരു മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ കണ്ണു പതിഞ്ഞു. സ്തോത്രം. ആ ഒരു മനുഷ്യന് തുടങ്ങുന്ന ചരിത്രമാ 12 മുതൽ വെളിപ്പാട് 22 വരെ. സ്തോത്രം. പിന്നെ മലാക്കിയിലെ ആ പഴയ നിയമത്തിന്റെ തിരശ്ശീല പണിഞ്ഞ് ദൈവം ഇടപെടാത്ത ഒരു 600 വർഷം, 400 വർഷം ദൈവത്തിന് ഇടപെടലില്ല. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിന് തിരശ്ശീല പൊങ്ങിയും പറഞ്ഞു, നീ ചുമ്മാ എഴുതുമ്പോൾ മത്തായി ആദാമിൻ്റെ മകനായ എന്നൊന്നും പറഞ്ഞ് എഴുതിയേക്കല്ലേ, അതൊക്കെ ഞാൻ 11-ാം അധ്യായത്തിലെ ക്ലോസ് ചെയ്ത. നീ എഴുതുമ്പോൾ എഴുതേണ്ടത് അബ്രഹാമിൻ്റെ മകനായ, ദാവീദിൻ്റെ മകനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അല്ലേ പറഞ്ഞു? അയ്യോ, തമ്പുരാൻ പുത്രനെ മാറ്റിയല്ല, പുത്രത്വം തന്നെ മാറ്റിക്കളഞ്ഞു. പിന്നെ ലൂക്കോസ് 3:32 പറഞ്ഞ ആദാം ദൈവത്തിന്റെ മോനാന്ന. ആദാം ദൈവത്തിന്റെ മോനാന്ന് പറഞ്ഞവന്റെ പുത്രത്വം 11 ക്ലോസ് ചെയ്തു. എന്നിട്ട് പുത്രന്റെ പേരെഴുതിയപ്പോ പറഞ്ഞ അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. സ്തോത്രം പറയണം. യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറിയയിലൂടെ ആദ്യം അതൊന്നും തെറ്റിദ്ധരിച്ചു പോകല്ലേ. എനിക്ക് ഒത്തിരി പുറകെ പറയാനുണ്ട്, സമയമില്ലല്ലോ. നിങ്ങൾ 10 മിനിറ്റ് ക്ഷമിക്കണം. ദേവദാസ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. ഏതായാലും നമ്മൾ തുടങ്ങി വെച്ചല്ലോ. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ആട്ടുംകുട്ടി കിട്ടുന്നല്ല, ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ പ്രത്യക്ഷനാകും. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ അവൻ എന്ന് പറഞ്ഞേക്കുന്ന എല്ലാം യേശു ക്രിസ്തുവാണ്. അല്ലേ പറയണം. യഹോവ ഇരേ എന്ന് നമ്മൾ പറയുന്നത് കിട്ടുമ്പോഴാണ്. സ്തോത്രം. ആട്ടുംകുട്ടിയെ കിട്ടുമ്പോഴേ, പശുക്കിടാവിനെ കിട്ടുമ്പോഴേ, വണ്ടി കിട്ടുമ്പോഴേ, കല്യാണം നടക്കുമ്പോഴൊക്കെയാ യഹോവ ഇരേ. അങ്ങനല്ല അബ്രഹാം പറഞ്ഞു. അത് 8-ാം വാക്യാ. എൻ്റെ മകന് പകരം ഒരു ആട്ടുംകുട്ടിയെ ദൈവം കരുതിക്കോളും. അവിടെ യഹോവ ഇരേ എന്ന് പറഞ്ഞില്ല. അപ്പൊ കരുതൽ വരുമ്പോൾ പറയേണ്ട കാര്യമല്ല. 14-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് മനുഷ്യന്റെ പർവ്വതത്തിലല്ല, ഈ പർവ്വതം ദൈവമുണ്ടാക്കിയതാ. ഏത് പർവ്വതം? ആറ്റുനോറ്റിരുന്ന് 100-ാമത്തെ വയസ്സിൽ ഉണ്ടായ പുത്രനെ യാഗം കഴിക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന ഈ പർവ്വതം. ഹലോ, ഈ പർവ്വതം ദൈവത്താൽ ഉണ്ടായ പ്രശ്നമാണ്. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ദൈവമാണ് എനിക്ക് ഈ പർവ്വതം ഒരുക്കിയെങ്കിൽ ആ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടോളും. സ്തോത്രം. ഇന്ന് രാത്രി ആരോടോ ദൂത് പറയുന്നുണ്ട്, നീ നിൽക്കുന്ന പർവ്വതമേതോ, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ആ വലിയ പർവ്വതത്തിൽ ഇന്ന് രാത്രി അവൻ പ്രത്യക്ഷനാകും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അത് പാസ്റ്ററേ, അവൻ എങ്ങനാ പ്രത്യക്ഷപ്പെടുന്നേ? ഉത്തരവുണ്ട്. നിന്റെ പ്രശ്നം ഇപ്പോൾ ഒരു ആട്ടുംകുട്ടിയല്ലേ? അതെ, ആടായിട്ട് പ്രത്യക്ഷപ്പെടും. ഹലോ, ലളിതമാ. നിനക്കെന്താ വേണ്ടിയേ അതായിട്ട് അവൻ പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒത്തിരി വിഷയവുമായി യോഗത്തിൽ വന്ന ദൈവ പൈതലേ, നിനക്ക് ഇന്ന് രാത്രി അവൻ ആരായി പ്രത്യക്ഷപ്പെടണം? അതായി പ്രത്യക്ഷപ്പെടുന്നവനാ. ഹല്ലേലൂയ. ഞാനവിടെ നിൽക്കുന്നില്ല. ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത് പാപം മോചിക്കാനാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രി കാൺമീൻ നാം, ആ നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞേ, കാൺമീൻ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ്
എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. ആ കാൽവരിയിലേക്ക് നോക്കി പറ, എടതുട്ട പിശാചേ, ഞാൻ ദൈവത്തിൻ്റെ മകനാടാ, ദൈവത്തിൻ്റെ മകളാടാ, എനിക്ക് ചോദിക്കാൻ ഒരു ദൈവമുണ്ടടാ. അവൻ ആരെന്നറിയാമോ? അവൻ സൈന്യങ്ങളുടെ യഹോവയാ, യുദ്ധം അവനുള്ളതാ. ഇതിനകത്ത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. സമയം പോന്നല്ലോ. രണ്ടാമത്തെ വാക്യം, ഇപ്പോൾ മറ്റൊന്നിന്റെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട് പാപപരിഹാരം വരുത്തിയ യേശു പിതാവിൻ്റെ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുന്നു. ഇന്ന് രാത്രി യേശു നമ്മളിവിടെ കണ്ണമത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുക. നിങ്ങൾ ആരെയൊക്കെയോ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വോത്രം പറയണം. ഇന്ന് രാത്രി ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ പഞ്ചായത്ത് മെമ്പറില്ല, ബ്ലോക്ക് മെമ്പറില്ല, ജില്ലാ മെമ്പറില്ല, MLA ഇല്ല, അല്ലെങ്കിൽ പാസ് ഇല്ല, സെൻട്രൽ പാസ് ഇല്ല, സോണൽ പാസ് ഇല്ല, റീജിയൻ പാസ് ഇല്ല. പേടിക്കണ്ട, ഒരുത്തൻ മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഞാൻ ഒറ്റ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം പിടികിട്ടും. പഴയ നിയമത്തിൻ്റെ ആരാധന ഒരു പ്രാകാരം കഴിഞ്ഞ്, ഒരു വിശുദ്ധ സ്ഥലം കഴിഞ്ഞ്, ഒരു അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുക. അതിനകത്തൊരു വസ്തു ഉണ്ട്. അത് ദൈവത്തിൻ്റെ പെട്ടകമാണ്. 1.5 മുഴം നീളം 2.5 മുഴം വീതിയുള്ള ആ പെട്ടകത്തെ കതിരമരം കൊണ്ടുണ്ടാക്കിയിരിക്കുക. കതിരമരം കൊണ്ടുണ്ടാക്കിയ പെട്ടകത്തെ മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുക. പൊന്നു പൊതിഞ്ഞ പെട്ടകത്തിനകത്ത് അല്ല വെച്ചിരിക്കുന്ന വസ്തുക്കൾ മീതെ മുഴുവൻ തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിതിരിക്കുന്ന ഒരു കൃപാസനമുണ്ട്. കൃപാസനത്തിന് മീതെ 2 കെരൂബുകൾ തലകുനിച്ച് ചിറക് പിരിച്ചു നിൽക്കുക. അതിനകത്ത് 3 വസ്തുക്കളുണ്ട്. ഒന്ന് മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, 2 മോശയ്ക്ക് ദൈവം കൊടുത്ത അല്ലെ ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പന എഴുതിയ കൽപ്പലക, 3 ചോദ്യം ചെയ്യപ്പെട്ടവർ മുമ്പിൽ ഒരു രാത്രി കൊണ്ട് തളർത്ത് പൂത്ത് കായ്ച്ചു ബലാബലമുണ്ടായ അല്ലെ അഹരോന്റെ വടി. ഇത്രയും സാധനമകത്ത്. അപ്പോൾ ഈ പുരോഹിതൻ പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് കയറി തൻ്റെ വെള്ളിത്താരത്തിനകത്തിരിക്കുന്ന ചുടുചോര, അറുക്കപ്പെട്ട ആ കുഞ്ഞാടിൻ്റെ രക്തം ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപിടി ഈസോപ്പ് തണ്ടതിൽ മുക്കി ഈ പെട്ടകത്തിന്മേൽ ഇങ്ങനെ തളിക്കും. 7 പ്രാവശ്യം തളിക്കും. കെരൂബിൻ്റെ മേലും ഈ കൃപാസനത്തിൻ്റെ മേലും ഈ പെട്ടകത്തിൻ്റെ മേലും ഇങ്ങനെ രക്തം തളിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ആ തങ്കം കൊണ്ടുള്ള കെരൂബുകൾ, തങ്കം കൊണ്ടുള്ള കൃപാസനം, ആ പൊന്നു പൊതിഞ്ഞ പെട്ടകമെല്ലാം ചോരമയമാവും. സ്തോത്രം. ദൈവം പ്രസാദിച്ചാൽ ഒരു ഷെഖേനയിൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരുന്ന ജനത്തെ അനുഗ്രഹിക്കാൻ അടുത്തൊരു വർഷത്തേക്ക് അനുഗ്രഹിക്കാൻ വരുമ്പോൾ പ്രതിയോഗിയായ പിശാച് അനുഗ്രഹം തടയാൻ ഇറങ്ങി വരും. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇയ്യോബിന് വേണ്ടി വാദിക്കാനായിട്ട് അവൻ ചെന്നതുപോലെ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ അവൻ പറയും, കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നേക്കുകയാണല്ലോ അല്ലേ? അതെ അനുഗ്രഹിക്കാൻ വന്നു. അല്ല, ഞാൻ ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുവാന്ന് ചോദിക്കില്ല. ഞാൻ ഒരു 2-3 ക്ലെയിം ഒന്ന് പറയാൻ വന്നതാ. മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ മതി. ഓക്കെ, പറയടാ. അല്ല, ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന കൽപ്പലക അങ്ങ് കൊടുത്തത് തന്നെയാണോ? അല്ല, അത് മോശ പൊട്ടിച്ച് കളഞ്ഞു. അവന്മാർ കാളയുണ്ടാക്കിയപ്പോൾ കാളയുണ്ടാക്കി തോളത്ത് വെച്ചുകൊണ്ട് യഹോവ കാളയാന്ന് പറഞ്ഞല്ലേ പാട്ട് പാടിയേ? അതെ, അങ്ങേ കാളയെന്ന് വിളിച്ച് ഇവന്മാരെ അനുഗ്രഹിക്കാൻ വന്നാന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വിഷയം ഉണ്ടാക്കാൻ വന്നല്ല. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടേ? സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു അതാണ് അനുഗ്രഹിക്കാൻ വന്ന. അല്ല, അനുഗ്രഹിച്ചോ, അങ്ങ് വന്ന അനുഗ്രഹിക്കാൻ എനിക്കറിയാം. എന്നാലും ഞാൻ രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ മന്നയിട്ട് വെച്ച പാത്രേ, ഇത് ഇടങ്ങഴി കൂടുതൽ പറക്കരുത്, പറക്കിയ ക്രിമിക്കുമെന്ന് പറഞ്ഞിട്ട് ഉമാര് കൂടുതൽ പറക്കിയില്ലേ? പിന്നെ പറക്കി. ആ രാത്രി അവൻ്റെ എല്ലാം വീട്ടിൽ നാറ്റം ഉണ്ടായില്ലേ? പല വീട്ടിലും നാറ്റം ഉണ്ടായത് അധികം പറക്കിയിട്ടാ. ഹലോ, സ്തോത്രം. മരുത് ആദ്യം കഴിച്ചവൻ പറഞ്ഞത്, ഓ നല്ല തേൻ കൂട്ടിയ ദോശയാന്നല്ലേ. അത് പിന്നെ പറഞ്ഞ എണ്ണ ചേർത്ത ദോശയാന്നല്ലേ. ഇപ്പൊ പറഞ്ഞ ഈ സാരമില്ലാത്ത ആർക്ക് വേണം? സ്തോത്രം. അങ്ങ് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത മന്നെ ഇത്ര അവഗണിച്ചോന്മാരെ അനുഗ്രഹിക്കാൻ തന്നെ വന്നതാണെന്ന് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. തമ്പുരാൻ മഞ്ഞാട് അനുഗ്രഹിക്കാൻ വന്ന. അല്ല, ഞാൻ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് പിന്മാറിയേക്കാം.
ഈ വടി അഗരോന്റെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തളർത്തു പൂത്ത് കായ്ച്ചായിരുന്നു? അല്ല, ഇതിങ്ങനെ തളർത്തു പൂത്ത് കായ്ക്കാൻ കാര്യം എന്നാ? നിന്റെ തെരഞ്ഞെടുപ്പിനെ അവന്മാർ ചോദ്യം ചെയ്ത് മത്സരിച്ചില്ലേ? നിന്റെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് മത്സരിച്ച മത്സരികളായി ഇവന്റെ സന്തതിയെല്ലാം കൂടെ അനുഗ്രഹിക്കാൻ തന്നെ മെനക്കെട്ടിറങ്ങി വന്നേക്കാന്നറിയാം. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ, ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 3 വസ്തുക്കളും കഴിഞ്ഞകാല പാപങ്ങളെയും പരാജയങ്ങളെയും ഓർപ്പിക്കുന്ന. ഹലോ, ഇന്ന് രാത്രി PC ചെറിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്റെ ഇന്നലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കഴിഞ്ഞകാല പരാജയത്തെ ചൂണ്ടിക്കൊണ്ട് എന്റെ അനുഗ്രഹത്തെ തടയാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ മറുപടി, എടാ പിശാചേ, ഇപ്പം ഞാൻ കാണുന്നത് അകത്തിരിക്കുന്ന ഇന്നലത്തെ പാപമല്ലടാ, മീതെ ഒഴുകുന്ന ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വാക്ക് നിങ്ങൾ പറ, വിലയേറിയ രക്തം കൊണ്ട് ആ കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിച്ച് നിന്റെ വീണ്ടെടുപ്പ്. അപ്പൊ ഇന്ന് രാത്രി PC ചെറിയാനെ വെട്ടിക്കളയാനായിട്ട് സ്വർഗത്തിലൊരു തീരുമാനം ഉണ്ടായെന്നിരിക്കട്ടെ. സ്തോത്രം. അപ്പൊ പുത്രൻ പറയും, കഴിഞ്ഞ വർഷം ഞാൻ ആത്മാർത്ഥമായിട്ട് വളയിട്ടതാ, കായ്ച്ചില്ല, ചാടിക്കേറി വെട്ടിക്കളയല്ലേ. അവന് ആ പന്നിക്കുട്ടിന്ന് കയറി വന്ന കൂട്ടത്തിലുള്ളതാ. ഹലോ, പ്രൈസലോ. നമുക്ക് ഈ ഒരു വർഷം കൂടെ കിളച്ചൊന്ന് വളവിട്ട് നോക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കോ. അപ്പൊ അങ്ങനെ മധ്യസ്ഥ അണച്ചോണ്ടിരിക്കുക. ഹലോ, താതന്റെ സന്നിധിയിൽ സദാ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. സ്വോത്രം പറയണേ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ശത്രുവിന്റെ കോടാലി ഉയരുമ്പോൾ നിന്റെ പ്രാണന് ക്ഷതം വരാതെ നിന്നെ സൂക്ഷിക്കുന്നത് സ്വർഗത്തിന്റെ മധ്യസ്ഥതയെ ഏറ്റെടുത്ത ദൈവത്തെ ഈ രാത്രി സ്തുതിച്ചാരാധിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ പ്രിയരെ. 3-ാമത്തെ വാക്യം, തനിക്കായി പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരല്ലേലൂയ പറയണം. ഈ ലോക സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഒരു ദൈവപൈതലിന്റെ അകത്ത് പ്രത്യാശ കൊണ്ട് ഈ ഹൃദയം ഇങ്ങനെ പിടഞ്ഞ് വികസിക്കണം. ഹല്ലേലൂയ. അവൻ അടുക്കൽ വാതുക്കലായിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ്റെ സ്വർഗാരോഹണം 2 നിലയിലായിരുന്നു. ഒന്ന്, ഈ മരിച്ചടക്കി കർത്താവ് തിരുശീലയ്ക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് കല്ലറയെ വെച്ച് അവിടെ ഇരിക്കുകയായിരുന്നാലും ധരിച്ചു പോകല്ലേ. അരിമത്തിയിലെ യോസപ്പിൻ്റെ കല്ലറയിൽ നീക്കോദീമോസും കൂടെ ചേർന്ന് നിർമ്മലശീലയിൽ പൊതിഞ്ഞ് സുഗന്ധവർക്കം വെച്ച് അങ്ങോട്ട് കൊണ്ട് വെച്ച് കല്ല് വെച്ച് അടച്ചു കഴിഞ്ഞപ്പോഴേ ആ നിർമ്മലശീല ചുരുട്ടി ഒരു മൂലയ്ക്കൊണ്ട് വെച്ചു, റൂമാന് ചുരുട്ടി അടുത്ത മൂലയ്ക്ക് വെച്ചു. എന്നിട്ട് തേജസ് വാരി ഉടുത്തുകൊണ്ട് കല്ലറകളെ ഭേദിച്ച് പാറകളെ കീറി ഇറങ്ങിയിട്ട് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ തുടങ്ങി. ഹലോ, ഹാനോക്ക് വരെയുള്ള ഇന്നലകളിലെ സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ ഇറങ്ങി എന്നതിനാൽ കയറി എന്ന് വരുന്നുണ്ടല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കയറി വന്നു. ഒരു ഹല്ലേലൂയ പറയണം. നമ്മുടെ നിത്യ വിശ്വാസ പ്രമാണത്തിൽ നമ്മളത് ചൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെ കയറി വരുമ്പോഴാണ് ആദ്യ തോട്ടക്കാരൻ എന്ന് മറിയ നിരൂപിച്ചു. തോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയണ്ടേ? അരിമത്തിയിലെ യോസപ്പിൻ്റെ തോട്ടത്തിലെ കല്ലറയിലാ യേശുവിനെ വെച്ചത്. അപ്പോൾ ആ കല്ലറ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് അരിമത്തിയിലെ യോസപ്പ്. അപ്പം യോസപ്പിന് നാട്ടുകാരിട്ട പേരാണ് തോട്ടക്കാരൻ. പ്രൈസലോ. അപ്പൊ ഈ മറിയ പാപം വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഉടനെ ഹല്ലേലൂയ യേശു ഒരു വിളി,
മറിയേ. ആ വിളി കേട്ടപ്പോൾ റബൂനി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പിടിക്കാനായിട്ട് ചെന്നു. യേശു പറഞ്ഞു, തുടരുത്. കൈ നിറച്ച് ആത്മാക്കളിരിക്കുക. ഹലോ, ഓ അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെട്ട പർദീസയിലെ സകല ആത്മാക്കളെ വാരിയെടുത്തുകൊണ്ട് വരികയാ. ഉടനെ പറഞ്ഞു, നീ എന്നെ തുടരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് വേഗം മടങ്ങി വരും. നീ എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ തോമസ് ആ മീറ്റിങ്ങിനകത്തില്ലായിരുന്നു. തോമസ് രണ്ടാമത്തെ മീറ്റിങ്ങിലാണ് വരുന്നത്. ഉടനെ തോമസ് പറഞ്ഞു, ഞാൻ തൊട്ടിട്ടല്ലാതെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരാളുണ്ട് നിന്നെ തൊടിയിപ്പിച്ചേ വിടത്തുള്ളത് വേറെ കാര്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ യോഗത്തിൽ വന്ന് യേശു പറഞ്ഞു, തോമസേ തൊട്ടോളാൻ പറഞ്ഞു. അവൻ ആ കീറിയ കൈക്കകത്തോട്ട് വിരലിട്ടു. ആ കീറിയ വിലാപ്പുറത്ത് വിരലിട്ടു. വിശ്വസിച്ചവൻ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഒരു ഹല്ലേലൂയ പറയണേ. ഇന്ന് രാത്രി പത്രോസിന്റെ വെളിപ്പാട് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്നേ ഉള്ളൂ. പക്ഷെ മുറിവിത്തട്ട് തോമസിന്റെ വെളിപ്പാട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തോമസിനോട് തൊട്ടോളാൻ പറഞ്ഞതിനും മറിയോട് തൊടരുതെന്ന് പറഞ്ഞതിന് ഇടയ്ക്ക് കർത്താവ് ഒന്ന് പോയി വന്നു. അത് ഇന്നലകളിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കളെയും കൊണ്ട്. സ്തോത്രം. അങ്ങനെ കല്ലറയൊക്കെ തുറക്കുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ തുറക്കും. സ്വന്തം തോളിലോട്ട് തല ചായിച്ച് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് പ്രാണനെ വിട്ടപ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. ഹല്ലേലൂയ. അവൻ പ്രാണനെ വിട്ടപ്പോ കല്ലറകൾ തുറന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇന്നലകളിൽ മൺമറഞ്ഞ സകല വിശുദ്ധന്മാരുടെയും കല്ലറകൾ തുറക്കും. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് 40 ദിവസങ്ങൾ കഴിഞ്ഞ് ഉയർപ്പിൻ്റെ 40 ദിവസങ്ങൾ പലയിടത്തായി 5000-ലധികം ആളുകൾക്ക് പ്രത്യക്ഷമായ ശേഷം എല്ലാവരും സ്വർഗാരോഹണം ചെയ്തു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. വന്നത് ആട്ടിടയന്മാരുൾപ്പെടെ രാജാക്കന്മാരുൾപ്പെടെ ശാസ്ത്രന്മാരുൾപ്പെടെ എല്ലാവരും കാങ്കയാ വന്നേ. ക്രൂശിക്കപ്പെട്ടത് വഴിപോക്കര് കാങ്കയാ. ഉയർത്തത് എല്ലാവരും കാങ്കയാ. പോയത് എല്ലാവരും കാങ്ക. ഇവിടെ രഹസ്യ കച്ചവടം ഒന്നുമില്ലെന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഹമാസ് ഒറ്റ രാത്രിയിൽ 5000 റോക്കറ്റ് വിട്ടു. 5000 റോക്കറ്റ് എന്നിട്ടും അവിടുത്തെ ഒരു കല്ലറ ഇന്ന് രാത്രി തുറന്നു കിടക്കും. ഹലോ, ഇനി ഒരു 50,000 റോക്കറ്റ് വന്നാലും ആ കല്ലറ അടയത്തില്ല. കാരണം തുറന്നത് മേളിന്ന. ഹല്ലേലൂയ. അത് തുറന്നു കിടക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല. അല്ലെ, മരിച്ചവരെന്ന് ആദിഫലമായി എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തുവിലുള്ള സകലരും ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്താൻ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. എല്ലാവരും പോയി. അപ്പോൾ ഒന്ന് രഹസ്യമായിട്ടും പോയി, ഒന്ന് പരസ്യമായിട്ടും പോയി. ഇനി എൻ്റെ കർത്താവ് രഹസ്യമായിട്ടൊന്ന് വരും. അത് താഴോട്ട് വരത്തില്ല, മധ്യാകാശി വരെ വരത്തുള്ളൂ. വരുമ്പോൾ 3 സംഭവങ്ങൾ. കർത്താവ് താൻ, ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. 3 കാര്യം നടക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേക്കും. സ്തോത്രം. ഈ കല്ലറയുടെ വാതിൽക്ക് വന്ന് ലാസറേ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ കല്ലറയ്ക്കകത്ത് കിടന്ന ലാസർ ആ വിളികെട്ടൻ തെറ്റിദ്ധരിച്ചു പോകൽ. കല്ലറയ്ക്കകത്ത് ലാസർ ഇല്ല, ലാസറിൻ്റെ ശരീരമേ ഉള്ളൂ. ലാസറിൻ്റെ ആത്മാവ് മരിച്ചപ്പോഴേ അബ്രഹാമിൻ്റെ മടിയിൽ പോയതാ. ഇനി അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു മടിയാണെന്നാരും തെറ്റിദ്ധരിക്കല്ലേ. അതങ്ങനെ പേരിട്ടേക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ എയർപോർട്ടിന് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് പേരിട്ടതുപോലെ, രാജീവ് ഗാന്ധി ഇല്ലല്ലോ സ്വതന്ത്രം, എങ്കിലും പേരിട്ടേക്കുന്നത് രാജീവ് ഗാന്ധിയുടെ പേരില്ല. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമ പർദീസയ്ക്ക് ഒരു ഓമനപ്പേര് കൊടുത്തതാ, അബ്രഹാമിൻ്റെ മടിയെന്ന്. സ്വതന്ത്രം പറഞ്ഞാട്ട്.
ഹല്ലേലൂയ. അപ്പൊ ആ സ്ഥലത്ത് കിടന്ന മുഴുവൻ പേരെയും കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ഈ ലാസറെ എന്ന് വിളിച്ചപ്പോൾ ഈ ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് വിളി കേട്ടപ്പോൾ ആത്മാക്കളുടെ ഉടയവും പറഞ്ഞു, അതിൽ ജീവൻ്റെ നാഥൻ താഴ്ന്ന് വിളിക്കുന്നു പോടാന്ന് പറഞ്ഞു. അപ്പോൾ ആ മടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ലാസറിൻ്റെ കല്ലറ കയറി അങ്ങ് ഇറങ്ങി വന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇനിയും നിങ്ങൾ താമസിയാതെ കാണാൻ പോകുന്നത് ഇന്നലകളിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഷാരോൻ്റെ സെമിത്തേരി തോട്ടത്തിൽ, ചർച്ചോക്കോടിൻ്റെ സെമിത്തേരി തോട്ടത്തിൽ, IPCയുടെ സെമിത്തേരി തോട്ടത്തിൽ, ന്യൂ ഇന്ത്യ ചർച്ചിൻ്റെ സെമിത്തേരി തോട്ടത്തിൽ വിശുദ്ധന്മാര് സ്തോത്രഗാനം പാടി ഒരു പിടി മണ്ണ് വാരിയിട്ട് അടച്ചിട്ടുണ്ട്. ശബ്ദം കേൾക്കുമ്പോൾ പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ അവിടേക്ക് വരും. വന്നിട്ട് അവർ ഉയർപ്പിന്റെ ശരീരം പ്രാപിക്കും. എന്തോ ശരീരമാ? അതെന്താ അതിൻ്റെ പ്രത്യേകത? അവര് എല്ലാവരും കഥകടച്ച് അകത്ത് ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശുദാനം നടുവിൽ വെളിപ്പെട്ടു. അതാ ഉയർപ്പിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ഭിത്തിക്കും പിന്നെ അടയ്ക്കാനൊക്കത്തില്ല. ഹലോ, മനസ്സിലായില്ലേ? ആർക്കും തടയാനൊക്കാത്തൊരു ശരീരം, അതാ ഉയർപ്പിന്റെ ശരീരം. എന്നേരം നമ്മളിൽ ആരെങ്കിലും ഇവിടെ ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ മാംസവും രക്തവുമുള്ള ശരീരം ഉടുപ്പുരിഞ്ഞിടുന്ന പോലെ ഇവിടെ താഴെയിടും. എന്നിട്ട് ഞാനൊരു രൂപാന്തര ശരീരം പ്രാപിക്കും. രൂപാന്തര ശരീരം പ്രാപിക്കുന്ന എന്നെ ഒരു മേഘം പെട്ടെന്ന് പൊതിയും. എന്നെ മേഘം പൊതിയുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റ വ്യക്തി ഒരു മേഘം പൊതിയും. സ്തോത്രം. അതെന്തോ പാസ്റ്റർ അങ്ങനെ പറഞ്ഞാൽ, മറുരൂപമലയിൽ മരിക്കാതെ എടുക്കപ്പെട്ട ഏലിയാവും യേശു മരിച്ചടക്കി എന്ന പുസ്തകം പറയുന്ന മോശയും വെളിപ്പെട്ടു. കണ്ണു തുറന്ന പത്രോസ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്, 3 വീടുണ്ടാക്കിയേക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്. ഉടനെ ഒരു മേഘം വന്നു, ഏലിയാവിനെയും മോശയും മറച്ചു. ഹലോ, എല്ലാവരും എൻ്റെ കൂടെ ആണോ? അത് സ്വർഗാരോഹണത്തിൻ്റെ ഒരു നിഴലാണ്. യേശു മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ രൂപാന്തര ശരീരം പ്രാപിച്ചവരെ മേഘം പൊതിയും, ഉയർത്തെഴുന്നേൽക്കുന്നവരെ മേഘം പൊതിയും. എന്നിട്ട് ഇരുവരും മേഘങ്ങളിൽ എടുക്കപ്പെടും. എല്ലാവരും എൻ്റെ കൂടെ ആണോ? പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റവനും രൂപാന്തരം പ്രാപിച്ചവനും ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഈ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ ആളുകളുണ്ട്. സ്തോത്രം. എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് ആളുകൾ. ഇവിടെ ഭരണ സംവിധാനങ്ങളുണ്ട്. ഈ ലോകത്ത് ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ വാർത്ത നമ്മുടെ സൂര്യനിലേക്ക് പോയേക്കുന്ന ആ ഗ്രഹം അവിടെ ചെന്നൊന്നുമല്ല, ചന്ദ്രായം പ്രവർത്തനം നിർത്തി താഴോട്ട് വന്നൊന്നുമല്ല. ഇനിയും വരാൻ പോകുന്ന ഏറ്റവും TV മുഴുവൻ കാണാൻ പോകുന്ന മുഴുവൻ വാർത്താ മാധ്യമങ്ങൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്, ലക്ഷോപലക്ഷം കല്ലറകൾ തുറന്നു കിടക്കുന്നു. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. കോടിക്കണക്കിന് ആളുകളെ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവർ ധരിച്ച ഉടുപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവരെവിടെ പോയെന്ന് ആർക്കും. ഹലോ, അതാ ഇനിയും വാർത്ത. സ്തോത്രം. ആ പകൽ എതിർ ക്രിസ്തു ഭരണമേറ്റെടുക്കും. സഭ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മരിച്ചവർ ഇവിടെ ഒരു മുദ്രാവാക്യമുണ്ട്. ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? എടാ, ഇനി എന്നെ പിടിച്ചു വെക്കാനൊക്കത്തില്ല, ആത്മാക്കളുടെ ഉടയവൻ എന്നെ കൊണ്ടുപോകുകയാ. സ്തോത്രം. അപ്പം മരിക്കാത്ത നമ്മുടെ ഒരു മുദ്രാവാക്യമുണ്ട്. ഹേ മരണമേ, നിങ്ങൾ പറഞ്ഞേ. ആ 2 മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മളൊരു പോക്കുണ്ട് കേട്ടോ. എത്ര സമയമാണെന്നറിയാമോ? ഞൊട്ടവിടുന്ന സമയം കൊണ്ട്, കണ്ണ് അടച്ചു തുറക്കുന്ന സമയം കൊണ്ട്, ഞൊടി നേരം കൊണ്ട്. സ്തോത്രം പറയണം. ഇന്ന് രാത്രി പ്രത്യാശയുടെ പാട്ടുപാടി നമുക്ക് ആരാധിക്കണം. ഞൊടി നേരം കൊണ്ട് നമ്മൾ ഇവിടുന്ന് പറക്കാൻ പോകുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിത, വാത്സല്യ സഹോദരി, ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ നീ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം.
ഞാനൊരു യാഥാർത്ഥ്യം പറയാം, പേടിപ്പിക്കാനല്ല. ഞങ്ങളുടെ ഈ പാസ്റ്ററെ ഒന്ന് എഴുന്നേറ്റുന്നില്ല. ഈ പാസ്റ്റർ എൻ്റെ അയലോക്കക്കാരന്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇന്ന് പകൽ ഞങ്ങളുടെ ജോണിച്ചായൻ്റെ വീട്ടിലെ ഉപവാസപ്രാർത്ഥന നടക്കുക. ഒരു പ്രവാചകൻ ആ ദേവദാസോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കസാര വീണ് മരിച്ചിപ്പോയി. ഇപ്പോൾ ഇന്നത്തെ കാര്യം നമസ്കരില്ല അമ്മ. ഹലോ, ഇത്രയുള്ള കാര്യം. സ്തോത്രം. നാളത്തേക്കുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. നീ അറിയാതെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതറിയണം. അത് ഏത് കൺവെൻഷൻ പന്തിരി വന്നായിട്ട് അളവെടുത്ത് എനിക്കറിയത്തില്ല. എന്തുവായാലും ഈ അമ്മാമ്മ മരിച്ചവരെല്ലാം കൂടെ കൊണ്ട് മോർച്ചറി വെച്ചിട്ട് പെട്ടിക്കടയിൽ ചെന്ന് അളവ് കൊടുത്തപ്പം പെട്ടി 6 മാസം മുമ്പ് പണിത് വെച്ചേക്കുക. അപ്പോൾ ഇതെന്നാണ് പണിതെന്ന് ചോദിച്ചപ്പോൾ 6 മാസം മുമ്പ് അവൻ അളവെടുത്തെന്നാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഏത് യോഗത്തിൽ വെച്ച് അവൻ അളവെടുത്തെന്ന്? ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പോൾ ഏതോ ഒരു മീറ്റിങ്ങിൽ വെച്ച് നീ പച്ചക്കറി മേടിച്ചപ്പോഴാണോ മീൻ മേടിച്ചപ്പോഴാണോ പെട്ടിക്കടക്കാരൻ നിൻ്റെ അളവെടുത്തിട്ടുണ്ട്. പേടിപ്പിക്കാൻ പറയുമൊന്നുമല്ല. അല്ലേ പിന്നെ ഇത്ര കൃത്യമായിട്ട് ഇന്ന് മരിച്ച അമ്മാമ്മയുടെ പെട്ടി എങ്ങനെ വെച്ചാൽ 3 മാസം മുമ്പ് റെഡിയായിരിക്കുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ സെൻട്രൽ പാസ്റ്ററും റീജിയൻ പാസ്റ്ററും കൂടി സെല്ലുലാർ റെഡിയാക്കി ഇട്ടേക്കുക. പിന്നെ വെക്കാനുള്ള സ്ഥലം റെഡിയാക്കി ഇട്ടേക്കുക. നീ പോകാൻ റെഡിയായാൽ മതി. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണ്ടേ? ഹല്ലേലൂയ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടേക്കുക. അങ്ങോട്ട് പോകാനായിട്ട് വളരെ വിശാലമായ വഴിയാ. ഈ വഴി വളരെ വിശാലമാ. അതുവഴി പോകുന്നവർ അനേകരാ. എന്നാൽ അതിനിടയ്ക്ക് ഒരു കൊച്ചു വഴിയുണ്ട്. ആ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാ. അതുവഴി പോകുന്നവന് ചുരുക്കമാ. ആ പോകുന്ന വഴിയെ പോകാൻ നീ ഇന്നിരത് തീരുമാനമെടുക്കണം. ഇന്ന് മരിച്ചാൽ യേശു അപ്പച്ചനടുക്കെ പോകുമെന്ന് ഉറപ്പുള്ളവരൊക്കെ 2 കൈയും ഉയർത്തി ആ കരം വീശി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ 3-ാമത്തെ രാത്രി ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, നിന്റെ തൊട്ടു പുറകിൽ മരണമെന്ന തണുത്ത കരം നിന്നെ തൊടുന്നതിന് മുമ്പ് ഒരു പക്ഷേ കേൾക്കുന്ന ലാസ്റ്റ് ഫൈനൽ ന്യൂസ് ആയിരിക്കും ഇത്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെ നിന്റെ ഒരുത്തൻ്റെ രക്ഷയ്ക്കായി വെച്ച യോഗമാണ്. ഈ യോഗത്തിൽ നീ ഒന്നും ചെയ്യണ്ട, 5 പൈസ മുടക്കണ്ട. കർത്താവേ, ഞാൻ ആ പാപിയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇന്ന് രാത്രി എൻ്റെ പാപം നീ ക്ഷമിക്കണമേ. ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. നിന്റെ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരൊന്ന് എഴുതണമേ എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ ഈ രാത്രിയിൽ സ്വർഗം നിന്നെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. എഴുതിയ നീ രക്ഷിക്കപ്പെട്ട നീ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട നീ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ വേർപെട്ട നീ വിശുദ്ധന്മാരുമായി കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം, അപ്പം നുറുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.